ശ്രീ വയലാർ ശരത് ചന്ദ്ര വർമ്മ, കവി, ഗാനരചയിതാവ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വയലാറിൻ്റെ മകൻ എന്ന നിലയിലാകും അദ്ദേഹം ആദ്യമായി ചലച്ചിത്ര ഗാനരചനയിൽ പരിചിതനായിരിക്കുക. എന്നാൽ കഴിഞ്ഞ 30 വർഷത്തിൽ ഏറെയായി നിരവധി പ്രിയപ്പെട്ട ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഇദ്ദേഹം ഇന്ന് മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം തന്നെയാണ്. നിരവധി മധുര ഗാനങ്ങൾ മലയാളികൾക്ക് എന്നും മൂളാൻ സമ്മാനിച്ച ശ്രീ വയലാർ ശരത് ചന്ദ്ര വർമ്മയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവം 2025 ഈ 3ാം ദിനത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം സർ. എന്തായാലും ഇതൊരു വല്ലാതെ 2 സെക്ഷന് കണ്ടു. ഇത് വന്നത് പ്രധാനമായിട്ടും ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി മാത്രമല്ല, പറഞ്ഞത് കേൾക്കാൻ വന്ന കാര്യം. അന്നേരമാണ് നമ്മുടെ അറിവില്ലായ്മ എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ 2 സെഷനിൽ നിന്നും കിട്ടിയ അറിവുകൾ ഇതുവരെ വായിച്ചു പോകാൻ പറ്റാത്ത മേഖലയിൽ കൂടെയായിരുന്നു. കാര്യം ജീവിക്കാനത് ആവശ്യമില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയാനുള്ളൊരു പൗരൻ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുകയും വേണം. എന്നാലും ഇപ്പോൾ ഇന്നത്തെ വിഷയം ഇത് പറഞ്ഞു തരുന്നപ്പോൾ ഞാനൊരു ബാലന ശക്തനാണെങ്കിലും മാനിയാം എന്നോട് താതനെ ഓർക്കുന്നീ എന്നാണ് എനിക്ക് ഈ പരിപാടി പറയുന്നതിന് മുമ്പേ. കാര്യം വയലാറിൻ്റെ ഗാനങ്ങളിലെ കാവ്യചാരുതയും കവിതയുമാണ് വിഷയം. എനിക്ക് ആദ്യമേ പറയാനുള്ള വയലാർ എന്നുള്ള ആ വ്യക്തി അല്ലെങ്കിൽ ആ കവി ഞാൻ അറിഞ്ഞത് മലയാളികളിലൂടെയാണ്. അതാണ് പരമാർത്ഥം. കാര്യം എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. ഇന്നത്തെ പോലെ അറിവിൻ്റെ മേഖലകളോ ഒന്നും തുറന്നിടാത്ത ഒരു കാലഘട്ടത്തിൽ കിട്ടുന്ന വളരെ പരിമിതമായ ആൾക്കാരിൽ നിന്ന് മാത്രം പല കാര്യങ്ങളും അറിയുന്ന ലോകത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. കാര്യം വിദ്യാരംഭത്തിൽ അദ്ദേഹത്തിന് മടിയിലിരിക്കാൻ സമ്മതിച്ച ആളാണ് ഞാൻ, എഴുത്ത് നാക്കിൽ എഴുതിക്കാൻ. കാര്യം എനിക്കറിയില്ല ഞാനിരിക്കുന്നത് വയലാറിൻ്റെ മടിയില്ലാന്ന് എനിക്കറിയില്ല. കാര്യം എനിക്കൊന്ന് 3 വയസ്സല്ലേ ഉള്ളൂ. വയലാർ ആരാന്ന് എനിക്കറിയില്ല. കുറേ അധികം പേരിങ്ങനെ ചുറ്റും നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് നിഷേധമായിട്ട് തോന്നുന്നതിനെ പിന്നെ മുറിയിൽ അടച്ചൊക്കെ ഇട്ട് കളഞ്ഞു. കാര്യം സ്വന്തം അത്രയും പേരുടെ മുമ്പിൽ സ്വന്തം മകനിങ്ങനെ നാക്ക് നീട്ടാത്ത നിഷേധത്തിനും കാണിക്കുന്നവൻ എന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരാൾ പിന്നീട് അദ്ദേഹം ഇല്ലാണ്ടായൊരു സമയത്ത് ആണ് ഇതാരാണ് എന്നുള്ള എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഗാനങ്ങളിലൂടെയും സാമ്പത്തികത്തിലൂടെയും അതിനുള്ള കടപ്പാട് ഞാൻ എപ്പോഴും എന്നും സൂക്ഷിക്കും. എന്തായാലും ഈ ഒരു ഫെസ്റ്റിവലിൽ ഇങ്ങനൊരു വിഷയം ഉൾപ്പെടുത്തിയതിൽ എനിക്ക് സംഘാടകരോടും ഒക്കെ വളരെയധികം നന്ദിയുണ്ട്. കാര്യം ഈ നേരത്തെ പറഞ്ഞ പോലെ വിലക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു മേഖലയാണ് സിനിമാ ഗാനങ്ങൾ എന്ന് പറയുന്നത്. അതിനൊരു പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ മറ്റ് സിനിമയിൽ അന്ന് തിരുനയിനാർകുറിച്ച് മുതൽ ഇപ്പോൾ എഴുതുന്ന വിനായക് ശശികുമാർ വരെയുള്ള ഗാനരചയിതാക്കളിലെ ഒരു പ്രതിനിധിയായിട്ട് വയലാറിന് വേണ്ടി വയലാറിൻ്റെ മകൻ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. കാര്യം നമ്മുടെ പ്രസ്ഥാനം തുടങ്ങുന്നത് തന്നെ, സാഹിത്യം തുടങ്ങുന്നത് തന്നെ കവിതകളിലൂടെ, കഥയൊക്കെ പിന്നാലെ വന്നതാണ്. പക്ഷേ പാട്ട് കേൾക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടാകുന്നൊരവസ്ഥയിലേക്കാണ്. എന്തിനാണ് പാട്ട് എന്ന് ചോദിക്കുന്നൊരു സ്ഥലത്താണ് നമ്മൾ ഈ കവിതയുടെ പ്രാധാന്യം സിനിമാ കാര്യങ്ങൾ വേണോ. ഇപ്പം നമ്മൾ ആദ്യകാലങ്ങളിൽ വന്നപ്പോൾ ഭാസ്കര മാസ്റ്റർ പാട്ടുകൾ കേട്ട് തുടങ്ങുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കേണ്ട, അതിനകത്തെല്ലാം ഉണ്ട്. ഒരു കരിക്ക് കുടിക്കുന്ന സുഖം മാത്രമേ ഉള്ളൂ, ചവയ്ക്കുക പോലും വേണ്ട. പക്ഷേ എന്നും അങ്ങനെ പല്ലില്ലാത്തൊരു കുട്ടിയായിട്ട് ജീവിച്ചാൽ മതിയോ? അതൊരു വലിയ കാര്യമാണ്. കാര്യം നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പം വരേണ്ട പ്രായത്തിൽ പല്ല് വന്നില്ലെങ്കിൽ അവൻ ചവയ്ക്കാൻ പറ്റില്ല, അവൻ ചവയ്ക്കണമല്ലോ. അങ്ങനെ ചവയ്ക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എവിടെയൊക്കെയോ കുടുങ്ങിക്കിടന്ന ഭാഷയെ, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഭാഷയെ സാധാരണ മനുഷ്യൻ കാണുന്ന ഏറ്റവും നല്ല മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത പടിയിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് വയലാർ കൂടുതലും ചെയ്തത്. കാര്യം ഭാസ്കര മാഷ ലാളിത്യം നിറഞ്ഞ ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞ അതിനകത്ത് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ഒന്നൊന്ന് ആലോചിക്കും. ഇപ്പം ഞാൻ ആദ്യം കേൾക്കുന്ന എന്തെന്നാ കവിത എന്നുള്ളത് നമ്മൾ പറയുന്നൊരു തെറ്റായ വ്യാഖ്യാനമുണ്ട്. 4 പലക വെച്ച് കുറേ സിമെൻറ്റും മെറ്റലും കൂടെ അകത്തിട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് വാർത്ത് വയ്ക്കുന്ന പോലെ, ഒരു സ്ലാബ് വാർത്ത് വയ്ക്കുന്ന പോലെ ആയിരുന്നു അല്ലെങ്കിൽ ആകണം കവിത വൃത്തത്തിൻ്റെ പേരിൽ എന്ന് നിഷ്കർഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ വേണം, വൃത്തം വേണം. ഭാഷാകവി ഭൂതാനന്ദനും മേൽപ്പത്തൂരിനൊക്കെ ഉണ്ടായതൊരു സംഭവം അതാണല്ലോ. ആ ഭാഷാകവിയും മറ്റേ സംസ്കൃത കവിയും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അന്ന് അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സംസ്കൃതം അറിയാവുന്നവർക്ക് മാത്രമേ എഴുതാൻ പറ്റുന്ന ആകണം കവിത, അല്ലാത്തവന് എഴുതരുത്. പക്ഷേ അത് ജനകീയമായി, ഇപ്പം നേരത്തെ പറഞ്ഞ എല്ലാം തന്നെ ജനകീയമാകുന്നൊരു കാര്യമാണ്. ഇപ്പം ആദ്യം പറഞ്ഞ ഫോക്ലോറിൻ്റെ കാര്യവും സാധാരണ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്.
അതേപോലെ അങ്ങനെ അപ്രാപ്യമായ വാക്കുകൾ, കാവ്യബിംബങ്ങൾ മനുഷ്യൻ്റെ സാധാരണ മനുഷ്യരിലേക്ക്, ഈ പറഞ്ഞ പോലെ വായനയും ഒന്നും അറിയാത്തവൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു വാക്ക് നമ്മുടെ ഭാഷയിലുണ്ട്, അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യം വയലാർ കൂടുതൽ ഏറ്റെടുത്തു. അത് രണ്ട് തരം വിമർശനം ഉണ്ടായിട്ടുണ്ട്. സവർണ കവിയാണ്, സവർണ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഒരു ക്ഷത്രിയനായതുകൊണ്ടാണെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പക്ഷെ ഞാനതല്ല പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല, ഈ ഉരുക്കി ഒഴിക്കേണ്ട കാലത്ത് അവരുടെ ചെവിയിലേക്ക് ഈ വാക്കുകൾ കേൾക്കാൻ അവർ അർഹരാണ്. അതെൻ്റെ ദൗത്യം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കാര്യം പുരാണങ്ങളിലെല്ലാം നന്നായി പഠിച്ചതിന് ശേഷം വിപ്ലവ മണ്ണിൽ ജനിച്ചു എന്നുള്ള പേരിൽ ആദ്യകാലം എഴുതിയ കവിതകളൊന്നും ഈ പറഞ്ഞൊന്നുമില്ലായിരുന്നു. വയലാർ കവിതകൾ നോക്കിയാൽ മതി, വളരെ അപൂർവമേ ഉള്ളൂ. ശൃംഗാരവും പ്രേമവും ഒക്കെ. മിക്കവാറും കവിതകളെല്ലാം സാധാരണക്കാരൻ്റെ സമരവീര്യത്തെ അല്ലെങ്കിൽ അവൻ്റെ ഉത്തേജനത്തിന് ഉന്നതിക്ക് വേണ്ടി എഴുതിയ കവിതകളാണ് കൂടുതലും 95% അതെ. കാര്യം അവിടെ ആ പ്രായത്തിൽ ദൗത്യം അതായിരുന്നു, ആ കാലഘട്ടം, ആ സമൂഹം അതായിരുന്നു. അന്നെല്ലാം ഉള്ള ഒരു വീട്ടിൽ നിന്നാണ് ഇത് ഒന്നും വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ ഒരു പക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നതും അതൊരാവശ്യകതയായിട്ട്, അത് വീട്ടിലെ അന്നത്തെ അനുഭവമാണ്. അത് രണ്ടും ഉണ്ടാകും. കാര്യം ആ കാലത്ത് നന്നായി സംസ്കൃതം പഠിപ്പിച്ചതിന് അമ്മാവനുണ്ടായിരുന്നു. പക്ഷെ അമ്മാവൻ കർക്കശക്കാരനായിരുന്നു. 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് ഊതിക്കെടുത്തണം, വായിക്കാൻ പാടില്ല. പക്ഷേ പകൽ സമയത്ത് കളിക്കേണ്ട സമയത്ത് സംസ്കൃതം പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ച് അത് പഠിച്ചു, അതിൻ്റെ അടിത്തറ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മാവൻ എന്നുള്ള ആൾ അദ്ദേഹത്തിൻ്റെ വളരെ ചിട്ടയെന്നല്ല, ഒരു പക്ഷേ ക്രൂരതയെന്ന് ആ ബാല്യകാലത്ത് തോന്നാവുന്ന ചിട്ട അതുതന്നെയല്ലേ SRCP എന്നുള്ള ആൾ കേരളത്തിലെ സാധാരണക്കാരോട് കാണിക്കുന്നതെന്നുള്ളൊരു താതാത്മ്യം പ്രാപിച്ച ഒരവസ്ഥയിലായിരുന്നു അതിനോട് മാനസികമായി വിയോജിച്ചത്. പക്ഷേ അത് ആ ദൗത്യം കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഭാഗമായിട്ട് നിന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യ രീതിയിലൂടെ തന്നെ തൊഴിലാളി പ്രസ്ഥാനം ആദ്യമായി തന്നെ ഭരണത്തിലേക്ക് എത്തി, തൻ്റെ ദൗത്യം തീർന്നു. ഇനി ബാക്കിയുള്ള എവിടെ എത്തിക്കുക, അടിമകൾ ഉടമയായി എന്നൊരു ബോധ്യം വന്നു കഴിയുമ്പം ഇനി അപ്പോൾ അവരുടമകളായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് ഇനി അടിമത്തത്തിൻ്റെ കഥ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു പക്ഷേ അതൊരായിരിക്കാം നിർത്തിയത്. പിന്നെയാണ് രണ്ടാമത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ഈ പറഞ്ഞ പോലെ കവിത എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്നു, മറ്റൊന്നുമില്ല. അതിനകത്ത് മറ്റു ഭാസ്കര മാഷയുടെ രീതിയായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വന്നപ്പം ഈ ഒരു ദൗത്യം കിട്ടിയത്, സിനിമപ്പാട്ടും കവിതയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടും അറിയാവുന്ന ഒരാളെന്ന് എനിക്ക് പറയാം, അഭിപ്രായമില്ല, ഓരോരുത്തർക്കും കാണും. കവിത നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരിച്ച് എഴുതാം. എൻ്റെ മനോവികാരം, എൻ്റെ വാക്ക്, എൻ്റെ ഭാഷ, അത് ആവശ്യമുള്ളവൻ വായിച്ചാൽ മതി. എത്ര വരി വേണമെങ്കിലും നമുക്ക് എഴുതാം. കവിത ഇഷ്ടപ്പെടുന്നവന് അത് പോയി വായിച്ചു കൊടുക്കും. സിനിമാ ഗാനം അതല്ല. ഇതൊന്നും അറിയാൻ വയ്യാത്തവർ, അവിടെ ഒരു ഗാനരചയിതാവില്ല. അത് ആൾക്കാർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല എഴുതുന്നത്. ഒരു പാട്ടെഴുത്തുകാരനും അവന് വേണ്ടിയല്ല പാട്ട് എഴുതുക. ഒരു സംവിധായകൻ്റെ നിർദ്ദേശപ്രകാരം കിട്ടുന്ന ഈണത്തിന് അനുസരിച്ച് ഒരു സന്ദർഭത്തിന് 12 വരികളിൽ വ്യാഖ്യാനിച്ച് ലോകത്തിനെ ഇഷ്ടപ്പെടുത്തണം എന്നുള്ള വലിയൊരു ദൗത്യം ഒരു ഗാനരചയിതാവാണ്. ആ സമയത്തൊക്കെ സന്ദർഭത്തിലൊക്കെ അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വയലാർ ഇങ്ങനെയുള്ള പദങ്ങളെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേയധികം പേർക്ക് മനസ്സിലായിട്ടുണ്ട്, കുറേ പേർക്ക് മനസ്സിലാകേണ്ടത് ആസ്വദിക്കുന്നുണ്ട്. സംഗീതത്തിൻ്റെ ആലാപനത്തിൻ്റെയൊക്കെ പിന്നെ സംഭാവന വളരെ വലുതാണ്. ദേവരാമാഷയാണെങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമിയാണെങ്കിലും ദാസേട്ടൻ്റെ ആണെങ്കിലും ജയന്തിൻ്റെ ആണെങ്കിലും സുശീലാമ്മയാണെങ്കിലും ആരുടെയും ആ ശബ്ദം എത്തിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. അങ്ങനെ എനിക്ക് ആദ്യമേ ഇത് കവിത എന്ന് പറയുന്ന ഈ ചട്ടക്കൂടല്ല, മറ്റെന്തോ ഒരു മധുരം കൂടുതൽ ചേർക്കുന്നതാണ് സാധാരണ ഭാഷയിൽ. ഇപ്പം കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല ഓമനെ അടങ്ങുകില്ല. കടലിലെ ഓളം അടങ്ങില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും കടൽ ചലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുപോലെയാണ് കരളിലെ മോഹം എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ വേറെ എന്തോ ഒരു അനുഭൂതി നമ്മളിലേക്ക് വന്നു. ഞാൻ ആദ്യം കേൾക്കുന്നൊരു കവിതാംശം ഉണ്ട്, കവിതാംശം നല്ലത്, അത് മറ്റെന്തോ ഒരു കൂട്ടിച്ചേർക്കൽ. ആ കൂട്ടിച്ചേർക്കലൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യമാണ് കവിത എന്നെനിക്ക്. അപ്പോൾ വയലാറിങ്ങനെ ചെയ്യുമ്പോൾ ഇല്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരെയും അവരോടൊക്കെ കിട്ടിയ സന്ദർഭം വൃത്തിയായി വിനിയോഗിച്ചു. അത് മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു ദൗത്യനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. പക്ഷേ മറ്റേതൊരു പടി കൂടി വയലാർ ചിന്തിക്കുന്നു. ഗിരീഷൊക്കെ പറയുന്ന പോലെ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്ന് പറയണമെങ്കിൽ വയലാർ ഇത്തിരി മുകളിൽ നിന്ന് നോക്കിയത്. ഒരു വിമാനത്തിൽ നിന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു എയർ കാറിലത് കയറിയിരുന്ന് താഴോട്ട് നോക്കുമ്പം ഇതിൻ്റെ ഭംഗി കാണുമ്പം ഭൂമി എന്ന പെണ്ണിന് അതിൻ്റെ പിതാവ് കൊടുത്ത സ്ത്രീധനമാണിതൊക്കെ എന്നൊന്ന് ഉയർന്ന തലത്തിൽ നിന്ന് ചിന്തിക്കാൻ വയലാർ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
അങ്ങനെ ഒത്തിരി പാട്ടുകൾ. അപ്പോൾ ആ കാവ്യാംശത്തിൽ അത് സാധാരണ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാത്ത ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ അങ്ങനെ ചിന്തിപ്പിക്കുകയാണ് പിന്നെ. അങ്ങനെ ഒത്തിരി പാട്ട്. ഇപ്പോൾ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അത് ഒരു പക്ഷേ പെട്ടെന്ന് പത്മതീർത്ഥം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു ഭക്തി നിറഞ്ഞ വാക്കായിട്ട് അല്ലെങ്കിൽ ഒരു പൊയ്ക, ഒരു ശുദ്ധജല ഒരു ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട പത്മതീർത്ഥം എന്ന് ചിന്തിക്കും. പക്ഷേ അതിനെ അവിടുന്ന് എടുത്ത് വിട്ടിട്ട് മാനസ പത്മതീർത്ഥമേ, മനസ്സാകുന്ന പത്മതീർത്ഥം, മനസ്സിനെ ശുദ്ധമാക്കൂ. അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിനർഘ്യം നൽകൂ. ഗായത്രിയായിട്ട് ബന്ധപ്പെട്ട ആ ഗായത്രി എന്ന സിനിമയുടെ അതാണ് ഒരു ഗാനരചയിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും പരിമിതി എവിടെയാണ്. സിനിമയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത്, ഒരിക്കലും അയാളുടെ മനസ്സല്ല. സിനിമയിലെ കഥാപാത്രത്തിൻ്റെ സംവിധായകൻ്റെ മനോവികാരം എങ്ങനെ എഴുതി പുറത്ത് ഫലിപ്പിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരാളങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ ഒരു ചിന്തയാണ്, അയാൾ ആ തരത്തുകാരനാണ് നമ്മൾ മുദ്ര കുത്തുന്നതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ ഗായത്രി എന്നുള്ള സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനൊരു പൗരാണികതയുണ്ട്. അപ്പോൾ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്. ഉഷസ് അഗ്നിരഥമാണ്. തീയുടെ രഥത്തിൽ ഉദിക്കുന്ന ഉഷസ്സിന് പ്രഭാതത്തിന് അർഘ്യം നൽകൂ. പൂജയ്ക്കുള്ള ജലം അർഘ്യം. നമ്മളൊരു ഗസ്റ്റ് വരുമ്പം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നുള്ള ആതിഥേയ മര്യാദയാണ്, അത്രേ ഉള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ ഗന്ധർവ സ്വരഗംഗി ഒഴുകുക, നല്ല ശബ്ദത്തിലൊരു പാട്ട് വേണമെങ്കിൽ പാടിക്കുള്ളൂ, ഒരു പാട്ട് പാടിക്കൂടെ സ്വീകരിച്ചുള്ളൂ. ഗായത്രികൾ പാടും, ഒരു മീറ്റർ, ഒരു താളം. താളമില്ലാണ്ട് താളത്തോടെ പാടിയാൽ കുറച്ചുകൂടെ വരുന്ന ആൾക്ക് താളം അടിക്കാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെ കേൾക്കുമ്പോൾ പല്ലവിയിൽ നമുക്ക് തോന്നുന്നു ഇതവിടെ തീർന്നു. ഇതെന്തിനാ ഒരാളെ സ്വീകരിക്കുന്നത്? എന്തിനാ മനസ്സാകുന്ന പത്മതീർത്ഥത്തിനോട് ഉണരാൻ പറയുന്നത്? അതാണ് അടുത്തയിലേക്ക് വരുന്നത്. അവിടെയാണ് വയലാറിൻ്റെ പ്രവേശം. അവിടെയാണ് സമൂഹം എങ്ങനെ പോകണം എന്ന് വയലാർ ഓർമ്മിപ്പിക്കുന്നത്, വ്യക്തി എങ്ങനെ പോകണം. അല്ലാണ്ട് വെറുതെ ഒരു സിനിമാ പാട്ടൊരു നായകനിലൂടെ പറഞ്ഞു തീർക്കുകയല്ല. സിനിമയ്ക്ക് വെളിയിൽ ജീവിതത്തിന് പാട്ടിന് പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വയലാറിൻ്റെ പല പാട്ടുകളുണ്ടായിട്ടുണ്ട്. അതാണിത്. പ്രഭാതകിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങൾക്കുള്ളിൽ. പ്രഭാതകിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങൾക്കുള്ളിൽ. പ്രാസാദം ഗോപുരം എന്ന് പറയാം, ശ്രീകോവിലെന്നും പറയാം. ആ തരം വാക്കുകൾ ആ സിനിമയ്ക്ക് ആവശ്യമാണ്. പ്രഭാതകിരണം നെറ്റിയിലടിയും. ഒരു സൂര്യൻ ഉദിച്ചു വരുമ്പം ആദ്യത്തെ വെളിച്ചം വരുന്നത് ഗോപുരത്തിലായിരിക്കും, പിന്നെ താഴോട്ട് വരുള്ളൂ. അവൻ ഉദിക്കുന്നതനുസരിച്ച് നിഴൽ അല്ലെങ്കിൽ വെളിച്ചം താഴോട്ട് ഇറങ്ങും. അപ്പം ആദ്യം അണിയുന്ന ആ ഗോപുരത്തിനകത്ത് പ്രാസാദങ്ങൾക്കുള്ളിൽ സഹസ്രനാമം കേട്ടു മയങ്ങും സാളഗ്രാമങ്ങൾ. ആവർത്തന വിരസത ലോകത്താർക്കും പറ്റുന്നതല്ല. നമ്മൾക്ക് എല്ലാവരും തന്നെ സുഖം എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും നമുക്ക് സ്ഥിരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. വയറ് നിറച്ച ആഹാരം കഴിച്ച് ഒരു നല്ല കാറ്റ് ഫാനിൻ്റെയോ മരത്തിൻ്റെയോ ചോട്ടിൽ മലന്നിങ്ങനെ കുറച്ച് നേരം കിടക്കും. ആദ്യമൊക്കെ ഒന്ന് പല്ലുകുത്തി 2 മിനിറ്റ് നമുക്ക് പൊസിഷൻ മതിയാവും, നമ്മളൊന്ന് തിരിഞ്ഞ് കിടക്കും ഒരു സുഖത്തിന് വേണ്ടി. അപ്പോൾ സുഖം ശാശ്വതമല്ല, അതിങ്ങനെ എപ്പോഴും മാറും. അപ്പോൾ അതേപോലെയാണ് ആവർത്തനം. ഒരേ മന്ത്രം കേട്ട് മയങ്ങി മടുത്തു, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാഗ്രഹിക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നും പല്ല് പരാത്തര കുട്ടിക്ക് ഇങ്ക് കൊടുക്കുന്ന പോലെ എന്നും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? കുറച്ച് കഴിയുമ്പോൾ പല്ല് വരും, അതിന് ആഹാരം കൊടുക്കണം, ചവയ്ക്കണം എന്ന് പറഞ്ഞാൽ രുചിഭേദം ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഉണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് കേട്ടു മയങ്ങും സാളഗ്രാമങ്ങൾ, അതിൽ അടിമ കിടത്തിയ ഭാരത ജീവിതമുണരാൻ. അടിമത്വമാണ് നമുക്കങ്ങനെ വലിയ പ്രശ്നമുണ്ട്. ശങ്കരാചാര്യ വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിനക്ക് ഉപാസിക്കണമെങ്കിൽ ഒരു മൂർത്തി അല്ലെങ്കിൽ എന്തിനെങ്കിലും വച്ചോളൂ മുമ്പിൽ, പക്ഷേ നീ അതിൽ അടിമപ്പെടരുത്. അത് വച്ച് നീ അടുത്ത പടിയിലേക്ക് യാത്ര ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മളെല്ലാവരും അവിടെ അങ്ങ് അടിമപ്പെടുക. ഒരു ചിത്രത്തിൽ, ഒരു ശില്പത്തിൽ അതിനെ അങ്ങ് ശീലിച്ച് അതുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിലെ കഴിവിനെ നമ്മൾ അടക്കുകയാണ്. അപ്പം അതങ്ങനെ അവിടെ അടിമ കിടക്കരുത്. അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാൻ പുതിയൊരു പുരുഷാർത്ഥത്തിനെ യാഗപ്പുരകളിൽ വച്ച് വളർത്താൻ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് നമ്മുടെ പുരുഷാർത്ഥം. ആ ധർമ്മം ഇന്നുണ്ടോ? ധർമ്മം എല്ലാം മിക്കവാറും അധർമ്മമായി. ധർമ്മം മനസ്സിലുള്ളവരുണ്ട്, മിണ്ടാണ്ടിരിക്കുക. നേരത്തെ ഇവർ പറഞ്ഞ പോലെ കാര്യം പറഞ്ഞാൽ പരിഭവമാകും, കരഞ്ഞാൽ പരാജയമാകും, ചിരിച്ചാൽ പരിഹാസമാകും, മൗനമാണ് ഉത്തമം എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെയാണ് ഇപ്പോൾ ഈ ശ്രീ ജയശങ്കറും ശ്രീജിത്തും ഒക്കെ നമുക്ക് വേണ്ടി പറയുന്നു. നമ്മുടെ മനസ്സിലുള്ള പറയാൻ
അവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൻ്റെ പല്ല് കടിച്ച് അവസാനം നമുക്ക് വലുവരെ വരും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടോ? അധർമ്മം അധർമ്മമായോ എങ്കിൽ, അർത്ഥം അനർത്ഥമായോ എങ്കിൽ, കാമം വഴിതെറ്റിയോ? മൂന്നുണ്ട്. ധർമാർത്ഥ കാമത്തിലൂടെ മോക്ഷം നേടുമ്പോൾ ഈ മൂന്നും തെറ്റിയാൽ എങ്ങനെ മോക്ഷം കിട്ടും? അതുകൊണ്ട് ധർമാർത്ഥ കാമം മാറ്റണോ അതോ അതിനെ ശുദ്ധീകരിക്കണോ? മാറ്റണമെങ്കിൽ, ശുദ്ധീകരിക്കാമെങ്കിൽ ശുദ്ധീകരിക്കൂ, ഇല്ലെങ്കിൽ പുതിയൊരു പുരുഷാർത്ഥത്തിനെ യാഗപ്പുരകളിൽ വച്ച് വളർത്താൻ വേണ്ടിയാണ് പത്മതീർത്ഥമേ ഉണരൂ എന്ന് പറയുന്നത്. ഇതൊരു കടമയാണ് നമ്മുടെ. ഇത് ആർക്കും കൂടുതലായിട്ടൊന്നുമില്ല. എല്ലാം ഓരോ വ്യക്തിക്കുമുള്ള അവയവവും ചിന്തയൊക്കെ എല്ലാം ഒന്നു തന്നെയാണ്. പക്ഷെ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ്. വിനിയോഗിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഗുണം, പണ്ടില്ലാത്ത ചർച്ചകൾ ഇഷ്ടംപോലെയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഇപ്പോൾ കാണാൻ കൂടുന്നുണ്ട്. പണ്ട് നമുക്ക് ചോദ്യമൊന്നുമില്ലായിരുന്നു, പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിയോ തെറ്റോ, എനിക്ക് ചേരുന്നോ അല്ലയോ ഒന്നും ഞാൻ ചിന്തിക്കില്ല. പറഞ്ഞു കേട്ടത് അപ്പടി വിശ്വസിച്ച് അതങ്ങോട്ട് അതിൻ്റെ പുറകെ പോവുക. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ മാറ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. എന്നാൽ മാറുന്നില്ലേ? ഇന്നലത്തെ ഉദയമാണോ ഇന്നും? അല്ല. ഓരോന്നും പ്രകൃതിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളാൻ ചെയ്യണമെങ്കിൽ മാറ്റേണ്ടത് മാറ്റാതെ, മാറ്റേണ്ടാത്തത് മാറ്റം വേണ്ടത് മാറ്റിയേ മതിയാവൂ. അതാണ് അതിനകത്തുള്ളൊരു കാവ്യാംശം എന്ന് പറയുന്നത്. ഒരു ഓർമ്മപ്പെടുത്തലത്. ആ ഓർമ്മപ്പെടുത്തൽ അല്ലാണ്ട് ഒരു വലിയ ചിട്ടയിൽ പിന്നെ മനുഷ്യർ മനസ്സിലാകാത്ത കടിയേറ്റ് ഭാഷ ഉണ്ടാക്കുന്നതാണ് കവിത എന്നുള്ള സങ്കല്പത്തിൽ മാറിയിട്ട് എന്തെങ്കിലും വിതയ്ക്കാൻ, കനവിലോ കരളിലോ ആർക്കെങ്കിലും വിതയ്ക്കാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അതാണ് കവിത. അപ്പോൾ വിതയ്ക്കാനുള്ള ഒരാശയമാണ് ഈ പറയുന്നത്. പ്രപഞ്ച സത്യം ചിതയിൽ കരിയും ബ്രഹ്മസ്വങ്ങൾക്കുള്ളിൽ. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ അടക്കിയെടുത്ത് ഇങ്ങനെ എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ, വേണേൽ വിശ്വസിക്കാണ്ടിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഓരോരുത്തർക്കും അതിന് അവകാശമുണ്ട്. അതിന് ഇടനിലക്കാരുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇടനിലക്കാർ വേണമെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. ഒരു ഗുരുവിനെ ഉണ്ടായേ പറ്റും നമുക്ക്. ഇപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ പോലെ ഈ ദൈവം എന്നുള്ള സത്യത്തിലേക്ക് എത്താനായിട്ട് ഈ 3 വഴികളുണ്ട്. അതിനെ നമ്മൾ ആശ്രയിക്കണം. പക്ഷേ അത് കഴിഞ്ഞ് നമുക്കൊരു കടമയുണ്ട്. അതെന്താണ് ശരിയെന്നുള്ളത്, എനിക്കേതാണ് ഉതകുന്നത്. അപ്പം അങ്ങനെ അതിനെ കളയരുത്. ആ പ്രപഞ്ച സത്യത്തെ കരിച്ചു കളയുന്ന ബ്രഹ്മസ്വങ്ങൾക്കുള്ളിൽ ദ്രവിച്ച പൂണൂൽ ചുറ്റി മരിക്കും ധർമാധർമ്മങ്ങൾ. ചില നിബന്ധനകൾ, ഇപ്പം നമ്മൾ ചുവപ്പ് നാടാന്നൊക്കെ പറയുന്ന പോലെ ചില സത്യങ്ങൾ അതിനകത്ത് അടങ്ങിപ്പോവും, ഒരിക്കലും പുറത്ത് കാണില്ല. അതുകൊണ്ടാവരുത്. അപ്പം അത് ആ ധർമ്മം ഏതാണ് അധർമ്മം ഏതാണെന്ന് അറിയാണ്ട് ഒരുമിച്ച് ചുറ്റിക്കിടക്കുന്ന ഇതെല്ലാം മാറ്റിയിട്ട് ചിറക് മുറിച്ചൊരു ഭാരത ജീവിതം ഉണരാൻ, അതിൽ നമ്മുടെ അടിമപ്പെട്ട് ചിറക് പോലും മുളയ്ക്കാണ്ട് അല്ലെങ്കിൽ വിരിക്കാൻ മടിച്ച് കിടക്കുക. പ്രകൃതി ചുമരുകളോളം സർഗ പ്രതിഭ പറന്നു നടക്കാൻ എന്ന ഉത്തരവാദിത്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പുരാണങ്ങളിൽ വളരെ കുറച്ച് പേര് മാത്രം മനസ്സിലാക്കി വച്ചിരുന്നത് ഒരു ജനത്തിലേക്ക് കൊടുക്കുക. നമ്മളെപ്പോഴും പറയുന്നത് ഇതെല്ലാവരും ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാവർക്കും ഒരേ സംഭവം തന്നിരിക്കുന്നത്. രണ്ട് കണ്ണും ഒരു മൂക്കും, അല്ല ഒരു മൂക്കും 2 ചെവിയും ചിന്തയും ഞരമ്പൊക്കെ ഒരുപോലെ നമുക്ക്. പക്ഷെ നമ്മൾ വിനിയോഗിക്കുക എന്നുള്ള ബോധ്യപ്പെടുത്തുക. വേണ്ട, നീ അറിയണ്ട, നീ അറിഞ്ഞാൽ എൻ്റെ വില പോവും, എനിക്ക് മൂല്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ സ്വാർത്ഥനായിട്ട് നിൽക്കണം എന്ന് വിചാരിക്കുന്നിടത്താ കുഴപ്പം. പക്ഷെ അത് കൊടുക്കുക പുറത്തേക്ക്. നിനക്ക് ആർക്കൊക്കെ കഴിവുള്ള, ഇപ്പം നിങ്ങൾ പറയും ഞാൻ വയലാറിൻ്റെ മകനാണ്, ഞാൻ വലിയ പാട്ട് എഴുതുന്നത്. പക്ഷേ എന്നെക്കാൾ ലക്ഷങ്ങൾ കാണും കേരളത്തിൽ പാട്ട് എഴുതുന്നവർ, ഒരു സംശയമില്ല. പക്ഷെ അവർക്കൊന്നും അവസരം വരുന്നില്ല. എനിക്ക് അവസരം കിട്ടി. പക്ഷെ അങ്ങനെ അവസരം ഉള്ളവരുണ്ടെങ്കിൽ അവർക്കിത് പ്രയോജനപ്പെടുമെങ്കിൽ, അവർക്കിതിനെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ വളർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടി ആഴത്തിൽ ആശയങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു കവിതയാണ്. അങ്ങനത്തെ ഒത്തിരി പാട്ടുകൾ വയലാർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനെ ഞാൻ മാറ്റി നിർത്തുകയല്ല. ഇപ്പം ഏറ്റവും ഇപ്പോഴത്തെ പാട്ട് കൊള്ളില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഒരു ഗാനരചയിതാവെന്ന നിലയിൽ ഞാൻ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിക്കുന്ന ആളാണ്. പലരും പുതിയ പാട്ടുകളൊന്നും കൊള്ളില്ല. പക്ഷേ അവർക്ക് പരിമിതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് എഴുതാനായിട്ട് കിട്ടുന്ന ട്യൂണിൽ അവർ മലയാളത്തിനെ മുറിച്ച് ചേർക്കുകയാണ്. പക്ഷേ അവിടെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വിനായക ശശികുമാർ ഏറ്റവും എഴുതിയ ആൾ കരയാൻ കണ്ണീരില്ല, ഒരു വരിയ പാട്ടിൻ്റെ. നമ്മൾ ഈ ട്യൂണിൻ്റെ ചടുലതയിൽ ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കരയാൻ കണ്ണീരില്ലാത്തത്? കണ്ണീരൊപ്പാൻ ആളില്ല. പണ്ടതല്ലായിരുന്നു. ഒന്ന് കരയാൻ നമ്മൾ ഇഷ്ടപ്പെടും, കാര്യം കണ്ണീരൊപ്പാൻ ആരെങ്കിലുമൊക്കെ നമുക്ക് ചുറ്റും. ഇന്നതില്ല. ഇത് ഞാനും എൻ്റെ ഉപകരണവുമായിട്ട് ഇങ്ങനെ പാഞ്ഞു നടക്കുക. എനിക്ക് എവിടെയാണ് കരയാൻ ആര് കാണാൻ? എല്ലാവരും വന്ന് നോക്കിയിട്ടങ്ങ് പോവും.
ഒരു അപകടം സംഭവിച്ചാൽ തന്നെ എന്തിനാ പൊല്ലാപ്പ്, പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുത്തങ്ങ് ഇട്ടിട്ട് ഞാൻ രക്ഷപ്പെടും. അങ്ങനെ ലോകത്ത് അത് കവിതയാണ്. അത് പല്ലാണ്ട് പഴയ പോലെ കരഞ്ഞ് കടാപ്പുറത്ത് പാടി നടക്കണമെന്ന് ഇന്നാരും പെണ്ണുങ്ങളോട് പറഞ്ഞ് നടക്കുമോ? കാലം മാറിപ്പോയി. അപ്പം കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് എല്ലാത്തിനും വരുന്ന മാറ്റം അത് സിനിമയിൽ സംഭവിച്ചു. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൽ തൊട്ട് എല്ലാവരിലും ഉണ്ടല്ലോ ഈ പറഞ്ഞ് എത്ര വേഷം, നമുക്ക് വേഷമേ മാറാൻ പറ്റുള്ളൂ അല്ലേ? വേഷം നമുക്ക് മാറാൻ പറ്റും, പക്ഷെ നമ്മളെ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. അതെപ്പോഴും നമുക്കുണ്ടാവും. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെ പാട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതേപോലെ ഒരു എന്തുകൊണ്ട് ഇത്ര 49-50 കൊല്ലമായി വയലാർ മരിച്ചിട്ട്. വയലാർ ഇപ്പോഴും ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തിനുള്ള മനുഷ്യത്വം തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ഇതുപോലെ വേദിയിൽ അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിയുമെങ്കിൽ ആ കൂട്ടത്തിലൊന്നിരുന്ന് വർത്തമാനം പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ ഒരു ഇഷ്ടം അത് ചിന്തയിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന ഒരാളാണ്. 10 സെൻറ്റൊക്കെ അന്ന് കൊടുത്ത സമയത്ത് ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു ജന്മികളുടെ ഇടയിൽ നിന്ന്. ആദ്യത്തെ സമയം 10 സെൻറ്റ് എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ അന്ന് പ്രഖ്യാപിച്ചതിന് മുമ്പ് തന്നെ അച്ഛൻ അന്ന് കുടകിടപ്പുകാരെന്ന് പറഞ്ഞവർക്ക് അന്ന് തന്നെ എഴുതി കൊടുത്തു. അതിന് ഒത്തിരി 2 തരം പ്രശ്നം ഉണ്ടായിരുന്നു. സ്നേഹിച്ചവർ കൂടുതലുണ്ടായിരുന്നു, എതിർത്തവരും ഉണ്ടായിരുന്നു. അതുപോലെ എന്തിനാണ് കൊടുക്കുന്നത്, ധിക്കാരമല്ലേ, ഇവനൊക്കെ എങ്ങനെയാണ് കിടന്നാൽ പോരെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇപ്പോഴും. ബുദ്ധി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവനെ വേണ്ട സമയത്ത് ഇവനെ കിട്ടില്ല ജോലിക്ക്, അവൻ്റെ വഴി ചിന്തിച്ചു പോകും എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മോചനം കൊടുത്ത് ഇപ്പോൾ നമ്മൾ വേറൊരു അടിമയാണ് നമ്മളിപ്പം. നമുക്ക് തരുന്ന ജോലിയിൽ, നമുക്ക് തരുന്ന കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ചിന്തിക്കുന്ന അടിമയെപ്പോലെ ഇരിക്കുന്ന മറ്റൊരു അടിമത്വം നമ്മളെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഉണരാനാണ്, സ്വന്തം ചിന്തയെ വളർത്താനാണ്. പക്ഷേ ജീവിക്കണം. അതാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രതിഫലം കിട്ടില്ലെന്നില്ല. എനിക്കിങ്ങനെയുള്ള അഭിപ്രായമാണ്. പ്രതിഫലം എന്ന് പറയുമ്പോഴും കറണ്ട് ചാർജ് അടക്കണമെങ്കിൽ, ലോൺ അടക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അതുകൊണ്ട് ഞാനിവിടെയും എനിക്ക് പ്രതിഫലം കിട്ടുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് കേട്ടോ. തരുമില്ലെന്നറിയില്ല, സത്യമാണ് ജീവിതം. ഇതൊരു പാട്ട് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഇപ്പം ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാം ഏകാന്തതേ, ആരും അധികം പേര് കേൾക്കാത്തൊരു പാട്ടാണ്. ഗഗനം ആകാശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ വാക്കിനെ പറഞ്ഞുകൊണ്ട് 10 പേരെന്താന്ന് ആ വാക്കിനെ പഠിക്കും, ഇല്ലെങ്കിൽ അത് പോയി. അത് പഠിക്കാനൊരു അവസരം ഉണ്ടാക്കുകയായിരുന്നു വയലാർ അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ അല്ലെങ്കിൽ ഗാനങ്ങളിലൂടെ. ഗഗനമേ ഗഗനമാ ഏകാന്തം, ഏകാന്തമാണ് ആകാശം. ഏകാന്തതയിലെ പേരറിയാത്തൊരു മൂക നക്ഷത്രമേ പേടി, ഭൂമിക്ക് നിന്നെ കണ്ടിട്ട് പേടി. ഇത് എഴുതിയത് 74-ലാണ്. ഇപ്പോൾ നാസ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ കണ്ണ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഇതിൻ്റെ ഭൂമിയുടെ ഇതിലേക്ക് അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. സൂര്യനിൽ ഇറങ്ങാൻ പോകുന്നു. പക്ഷേ അവിടെ ഒരു മേഖലയുണ്ട്, ചിഹ്നഗ്രഹത്തിൻ്റെ മേഖല. ഇപ്പം നമ്മൾ കണ്ടു ആസ്ട്രോയിഡ് എന്ന് പറയുന്ന പുതിയ സാധനം. ഇപ്പോൾ എല്ലാ ദിവസവും ഗൂഗിൾ നോക്കിക്കോളൂ, ഒരുത്തൻ ഇടിക്കാൻ വരുന്നു. ഇന്നലെ ഒരുത്തൻ വന്നിട്ട് പോയി. ഏറ്റവും അടുത്ത് വന്ന് ഇന്നലെയായിരുന്നു, 10 ലക്ഷം കിലോമീറ്ററിനടുത്ത്. ഇനി 2029 അപ്പോഫിസ്റ്റ് സംഭവം വരാൻ പോകുന്നു. അവൻ വന്ന് ഭൂമി ഇടിക്കുമെന്ന് അറിയാൻ വയ്യ. ഇടിച്ചാൽ ഒരു നഗരം ഇല്ലാണ്ടാകും എന്നൊരു ഭയം. ഇത് 74 വയലാർ എഴുതി വെച്ചതാണ്. ഭൂമിക്ക് നിന്നെ കണ്ടിട്ട് പേടി, ഏതോ യുഗത്തിലെ നിശബ്ദതയുടെ ഭൂതോദയം പോലെ. നിശബ്ദതയാണ്. കാര്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വായു ഇല്ലാത്ത തരം ശബ്ദമില്ല. സ്പേസിൽ അതില്ലല്ലോ, വായു ഇല്ലല്ലോ. വായു ഉണ്ടെങ്കിലേ ശബ്ദതരങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ. ഏതോ യുഗത്തിലെ നിശബ്ദതയുടെ ഭൂതോദയം പോലെ അവതരിച്ചു, നീ അവതരിച്ചു. അവനിപ്പോഴും കറങ്ങുന്നുണ്ട്. ഈ നമ്മുടെ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനോടൊപ്പം നിൽക്കുന്നു. എല്ലാവർക്കും കൃത്യമായ ഭ്രമണപഥമുണ്ട്. അത് കൃത്യമായി പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ഇടിയും തല്ലുവും നടക്കാത്തത്. അത് പ്രകൃതിയുടെ നിയമമാണ്. അത് മാറിക്കഴിഞ്ഞാൽ ഒന്ന് ചലിച്ചാൽ മതി, ഇതൊക്കെ എങ്ങോട്ട് പോകുമെന്നറിയില്ല. അങ്ങനെ ഭ്രമണപഥമില്ലാത്തതാണ് ഈ ചിഹ്നഗ്രഹങ്ങൾ, ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. അവനിങ്ങനെ ഒറ്റയാനെ പോലെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ പോലെ എവിടെ പോയി എത്തണം എന്നറിയാണ്ട് പോകുന്ന വഴി ഇങ്ങനെ പോവുക. ചിലപ്പോൾ അത് എവിടെയെങ്കിലും കൂട്ടിയിടിച്ച് അവസാനിക്കും, കത്തി നശിക്കും. ഇല്ലെങ്കിൽ അത് വേറൊരു വഴിക്ക് പോകും. അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ഭൂതോദയം പോലെ അവതരിച്ചു, നീ അവതരിച്ചു. കാലത്തിൻ കാണാത്ത ചുമരും ചാരി നീ ഏകാഗിയായി നിൽപ്പു. ഒരു ഭയം അത്. അവനെവിടെ നിൽപ്പുണ്ട്? കാലത്തിൻ്റെ കാണാത്ത ചുമരിൽ കത്തുന്ന കണ്ണുമായി ക്ഷീരപഥത്തിലെ രാത്രിഞ്ചരനെ പോലെ. രാത്രിയിലേ ഇവനെ കാണാൻ പറ്റുള്ളൂ. കാര്യം ഇങ്ങനെ തീകോളം പോലെ ഒരഞ്ഞൊരഞ്ഞ് വരുമ്പോൾ പകൽ സമയത്ത് ദൃശ്യമല്ല. അപ്പം അങ്ങനത്തെ രാത്രിയിൽ മാത്രം എല്ലാവരും നിശബ്ദമായി ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന ഒരു അസുരനെ പോലെ, രാത്രി സഞ്ചാരിയെ പോലെ ഈ ഭൂമിയെ ഇടിക്കാൻ വരുന്നു ഒരാൾ എന്ന ഭയം ഭൂമിക്കുണ്ട്.
ശാസ്ത്രം അതിന് പല മാർഗ്ഗങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് അങ്ങോട്ട് പോയിട്ട് വരുന്ന വഴിക്ക് ഇവനെ പല സ്റ്റേജായിട്ട് ഇടിച്ച് തകർക്കുക, അങ്ങനെ അവനെ ഇല്ലാണ്ടാക്കുക. പക്ഷേ വയലാർ അവിടെയും ഒരു മനുഷ്യത്വത്തിൻ്റെ അംശം കൊള്ളുന്നു. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. അവിടെയൊക്കെയാണ് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് സ്വാർത്ഥപരമായിട്ടൊരു അച്ഛൻ നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തിനെ കാണാം. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ അച്ഛനതിനപ്പുറത്തേക്ക് ഞാൻ വയലാറിൻ്റെ മകൻ എന്നറിയാൻ എനിക്കിഷ്ടം. കാര്യം വയലാറിനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ സൗരയൂഥത്തിൻ്റെ മാനസപുത്രിയാം ഭൂമിദേവിയെ പോലെ. സൗരയൂഥം നമ്മുടെ സോളാർ സിസ്റ്റം, സൂര്യൻ നടുക്ക്, ബാക്കി എല്ലാവരും ഇങ്ങനെ പറഞ്ഞ പോലെ. അതിൽ ഇവള് മാത്രമേ പെണ്ണുള്ളൂ, ബാക്കി എല്ലാം ആണുങ്ങളാണ് എല്ലാം. അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്ന എല്ലാവരും. സൗരയൂഥത്തിൻ്റെ മാനസപുത്രിയാം ഭൂമിദേവിയെ പോലെ തപസ്സിരിക്കൂ നീ തപസ്സിരിക്കൂ. ഇവിടെ മാത്രമേ കാര്യമുള്ളൂ, ബാക്കി എല്ലാവരും ഇങ്ങനെ ഓടി നടക്കല്ലേ. എന്തിനാ? കാലത്തിൻ കയ്യിൽ നിന്നൊരു പെൺപൂവിനെ കൈനീട്ടി വാങ്ങിക്കൂ. ഒറ്റയാനായിട്ട് നടക്കുന്ന നേരത്ത് ഭൂമിയെപ്പോലെ ഒരു പെൺപൂവിനെ നീ കൈനീട്ടി മേടിക്കടാ ഛിന്നഗ്രഹമേ. ശൂന്യമാം നിൻ്റെ ഈ ഏകാന്തതയെ പ്രേമസുരഫലമാക്കൂ. ഇത് രസം. അത് നോർത്ത് നോക്കി എത്ര കാലം നമ്മൾ ഒറ്റയ്ക്ക് കഴിയും. ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ വിരസതയും ആവർത്തനം മടുപ്പും ഉണ്ടാവുള്ളൂ ഇല്ലേ. ആവർത്തിച്ച് കുറേ കഴിയുമ്പോൾ മടുക്കും നമുക്ക്, ചെറിയ ലഹരിക്ക് അടിമയാവും. പക്ഷേ ഒരാൾ പങ്കുവയ്ക്കാൻ ജീവിതത്തിലേക്ക് ഒരു, അതാണ് അടുത്ത സ്റ്റേജിൽ ഞാൻ പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു സംഗീതം പോലെ നമുക്ക് തോന്നും. അതിന് സ്വരസ്ഥാനവും ഇല്ല, സംഗതിയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ആ കിണുങ്ങം കേൾക്കുമ്പോൾ നമുക്ക് സുഖം. പക്ഷേ ഇത് വർത്തമാനം പറയേണ്ട സമയത്ത് വർത്തമാനം പറഞ്ഞില്ലെങ്കിലോ നമ്മുടെ ആധിയായി. ആ ആധി നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പം അത് പങ്കുവയ്ക്കാൻ, ഈ ആധി മാറ്റാനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പെൺപൂവിനെ എങ്കിലും നീ കൈനീട്ട് മേടിക്കുക, എന്നിട്ട് ശൂന്യമായ നിൻ്റെ ഏകാന്തതയെ പ്രേമസുരഭിലമാക്കുക എന്ന് പറയുന്നൊരു സംഭവം. അത് 74 ആ സ്നേഹത്തിൻ്റെ വില. ആ സ്നേഹം ഉള്ളത് ഈ മനുഷ്യ കുലത്തിന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നശിപ്പിക്കുന്നൊരു കാര്യത്തിൽ അപ്പോൾ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. മൃഗങ്ങൾക്കില്ലല്ലോ, അത് പൂക്കൾക്കില്ലല്ലോ, പ്രകൃതിക്ക് അവർക്ക്. പിന്നെ നമുക്ക് എന്തിനാണെന്ന് ചോദിക്കും. പ്രകൃതിക്ക് അതില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ? കാര്യം ഇണചേരാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും. വണ്ട് പൂവിനെടുത്ത് വരുന്നതും പിന്നെ പ്രജനനം മാത്രമാണ്. അതിൻ്റെ വന്നിരിക്കുമ്പോൾ ഊച്ചിയെടുക്കുന്ന തേൻ കൊണ്ട് അവൻ്റെ പരാഗം അവൻ്റെ ശരീരത്തിൽ പറ്റി അവനെവിടെയെങ്കിലും അടുത്ത പൂവിൽ കൊണ്ട് കൊടുക്കും. അവിടെ വെച്ചത് ഫെർട്ടിലൈസ് ചെയ്ത് വേറൊന്നും ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇടചേരുന്ന മൃഗങ്ങളും തന്നെയാണ്. അവർക്ക് ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അവർക്ക് ആകെ ഉദ്ദേശം വംശവർദ്ധനവ് മാത്രമേ ഉള്ളൂ. നമുക്കത് മാത്രമല്ല. ആ ബോധ്യപ്പെടുത്തൽ എന്ന് പറയുന്നത് പുരാണങ്ങളിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷേ അത് കുറേ പേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങിയിരുന്നപ്പോൾ അതിനെ അവിടുന്ന് ബന്ധനം മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ വേറൊരു നമ്മൾ തന്നെ എല്ലാവരും ഇപ്പോൾ സീറ്റ് ബെൽറ്റ് സ്വയം അണിയുന്നവരാണ് നമ്മളല്ലേ, സ്വയം ജയിലിലടയ്ക്കുന്നവരാണ് നമ്മളെല്ലാവരും. സത്യത്തിൽ അത് തന്നെയാണ്. മുന്നിൽ മൂകമാം ചക്രവാളം. മുമ്പിൽ എന്താ, നാളെ എന്താണ് വല്ല പിടിയുണ്ടോ? ഒരു പിടിയില്ല. ഉണ്ടെന്ന് നമുക്കൊരു പ്രതീക്ഷയാണ്. നാളെ ഉണ്ടെന്നും അടുത്ത നിമിഷമുണ്ടെന്നും നമുക്ക് എന്തൊക്കെയോ നമ്മൾ ആഗ്രഹിക്കുന്നത് സഫലീകരിക്കുമെന്നൊക്കെ. പക്ഷേ ചക്രവാളം ഒന്നും മറുപടി പറയുന്നില്ല. പിന്നിൽ ശൂന്യമാം അന്ധകാരം. കഴിഞ്ഞത് ഇരുട്ട, അതിന് തിരിഞ്ഞു നോക്കാനും കൊണ്ട് പോകാനും പറ്റില്ല. പുറകോട്ടുള്ള പോക്കിനില്ലല്ലോ, അത് ശൂന്യമായി കിടക്കുക. മുന്നിലെ മുഖമായ ചക്രവാളം. അന്ധകാരം അന്ധകാരം മുന്നിൽ മൂകമാം ചക്രവാളം. ഈ മുന്നിൽ മൂകമായ ചക്രവാളത്തിൻ്റെ മുമ്പിലും പിന്നിലെ ശൂന്യമായ അന്ധകാരത്തിന് മുമ്പിൽ നമ്മൾ ജീവിക്കുക. MT പറഞ്ഞിട്ടുണ്ട്, ഇന്നലെകളുടെയും നാളുകളുടെയും ഇടയിലുള്ള ഒഴിവുകാലമാണ് ഇന്നെന്ന്. പക്ഷെ ഒഴിവുകാലമായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുമോ? വിദേശത്ത് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടുന്നുള്ള എല്ലാവരും വിദേശത്തേക്ക് ചാടിപ്പോകുന്നത്. കാര്യം അവൻ്റെ പെൻഷൻ സ്കീമൊക്കെ വളരെ ഗംഭീരമെന്നാണ് കേട്ടിരിക്കുന്നത്. ഞാൻ 2-3 രാജ്യത്ത് ചെന്നപ്പോൾ അവർക്ക് ജീവിതത്തിന് വേണ്ടി സമ്പാദിച്ച് വയ്ക്കേണ്ട, അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പെൻഷൻ അവർക്ക് ജീവിക്കാൻ ധാരാളമാണ്. അതുകൊണ്ട് കിട്ടുന്ന ശമ്പളം അവർ ജീവിതം ആഘോഷിച്ച് തന്നെ കളയുക. നമ്മളിവിടെ അത് കണ്ടുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും കടമെടുത്ത് മുടിയാണ് അതിനെ അനുകരിക്കാനായിട്ട്, അത് കാണിക്കാനായിട്ട്. അപ്പുറത്തുള്ളവൻ കാറ് മേടിച്ചു, ഞാൻ കാറ് മേടിച്ചു. അവന് കാറുള്ളതുകൊണ്ട് എനിക്ക് വേണ്ടത്, എനിക്ക് വേണോ വേണ്ടെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ ഇങ്ങനെ ആധിയിൽ കിടക്കുക നമ്മൾ. ഇന്നലെ കയ്യിൽ വിട്ടുപോയി, നാളെ എന്താണെന്നറിയില്ല. നമുക്ക് അന്ധകാരമാണ്. കാറ്റിൽ ജ്വലിക്കുമോ, കാലം കെടുത്തുമോ, മോഹങ്ങൾ കൊളുത്തിയ തിരിനാളം. ഒന്ന് ഓർത്ത് നോക്കി, ഒരു വിളക്ക് കൊളുത്ത് നമ്മൾ, പ്രതീക്ഷയാണ്.
അത് കാറ്റിൽ ജ്വലിക്കുമോ അതോ കാലം അത് ഊതിക്കെടുത്തുമോ? ഊതിക്കെടുത്തിയാൽ ഉടനെ അടുത്ത ആദിയായി. ആ തെളിച്ചപ്പോഴേ കെട്ടുപോയി, അടുത്ത ആദിയാണ് നമുക്ക്. പഞ്ചഭൂതങ്ങൾ തൻ പഞ്ചരത്തിനുള്ളിൽ പുകയുന്ന തിരിനാളം. പഞ്ചഭൂതം 5, അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങൾ തൻ പഞ്ചരത്തിൽ, ആ സ്ത്രീകൂടത്തിനകത്ത് പുകയുന്ന തിരുനാളം. ഈ കാറ്റ് വന്നിട്ട് ഇനി പ്രതീക്ഷ നൽകി തെളിക്കുമോ അതോ ഊതിക്കെടുത്തി അത് ആ കരിന്തിരി പോലും ഇല്ലാണ്ടാകുന്നൊരവസ്ഥയിലേക്ക് പോകുമോ? ഇത് ജീവിതത്തിൻ്റെ പാഠമാണ്. ജയിൽ എന്നാണ് സിനിമയുടെ പേര്. നമ്മളൊക്കെ ജയിലിൽ കിടക്കുന്നവരെ ശരിക്കും പറഞ്ഞാൽ. പിന്നെ വില കൊടുത്ത് നമ്മൾ സുഖം അന്വേഷിച്ച് പോകുന്നു. അതാണ് ശരിക്കും സംഭവിക്കുന്നതല്ലേ. കയ്യിൽ വിലങ്ങുമായി, നേരത്തെ പറഞ്ഞവർ നമുക്ക് വേണ്ടിയാണ് ഇവർ സംസാരിച്ചത്. കരളിൽ ഇരുട്ടുമായി കാലത്തിൻ ജയിലിലിരിപ്പൂ ഞാൻ. ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ മതി. സുഖമാണോ എന്നെല്ലാവരും ചോദിക്കും. നമ്മൾ നുണ പറയും, സുഖമാണ്. വെറുതെ അല്ലേ? അവരെ സന്തോഷിപ്പിക്കേണ്ട. ദുഃഖമേ ഉള്ളൂ നമുക്ക്. സുഖം വരുന്ന ആൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ എന്ന് പറയുന്നതും ഒരു സിനിമാ ഗാനമാണ്. അതൊരു കവിതയാണ്, എന്നും ശാശ്വതമായി നിൽക്കുന്ന ശ്രീകുമാരൻ വിജയൻ്റെ കവിത. അങ്ങനെ അത് കയ്യിൽ വിലങ്ങുമായി കരളിൽ ഇരുട്ടുമായി കാലത്തിൻ ജയിലിലിരിപ്പൂ ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വ്യതയാണ്, നമ്മുടെ മനസ്സിലേക്ക് വിതയ്ക്കുകയാണ്. ഓർക്കുക, അയ്യോ ശരിയാണല്ലോ. ആരുടെ കൈകൾ തുറന്നു തന്നീടുമി അറയുടെ അഴിവാതിൽ, അറയുടെ അഴിവാതിൽ. ഇത് സത്യമല്ലേ? നമുക്കിപ്പോഴും ഇന്ന് കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ പേര് ലോട്ടറി എടുക്കുന്നത് അല്ലേ? ഇതൊരു ഒരു ആഗ്രഹം, ഒരു മോഹമാണ്. അതെന്താകും എന്നറിയാൻ വയ്യാത്തൊരു, പിന്നെ നാളെ എന്താണെന്നറിയാൻ വയ്യാതെ പിന്നെ ഓടി നടക്കുന്നൊരു ആൾക്കാർ. ഇപ്പം തലമുറ തന്നെ ഇവിടുന്ന് പോയില്ല. എന്ത് സങ്കടം. ഇങ്ങനെ ഓരോ കവിതകൾ നമ്മൾ ഓരോന്നും പറയാൻ. ഇപ്പം ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത്ര ഒരു സ്ത്രീക്ക് ഇത്രയൊക്കെ കൊടുക്കുക, ഒരു സ്ഥാനം കൊടുക്കുക എന്നൊക്കെ പറയുന്ന സാര കാര്യമൊന്നുമില്ല. 2 രീതിയിലും വയലാർ എഴുതിയിട്ടുണ്ട്. കാര്യം ധർമാർത്ഥ കാമം എന്ന് പറഞ്ഞല്ലോ. മോക്ഷത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം കാമം തന്നെയാണ്. കാമത്തിന് വേണ്ടിയില്ലെങ്കിൽ അതാണ് മൃഗങ്ങളും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളതിനെ കുറച്ചുകൂടെ സൗന്ദര്യവൽക്കരിച്ച് ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഒരുങ്ങി നടക്കുന്നതിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ എല്ലാവരും അത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് സ്ത്രീ മനസ്സിൽ അത് തന്നെ. ഒരുങ്ങുക എന്നുള്ളത് സ്ത്രീ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് കണ്ടു നിൽക്കുക എന്നുള്ളത് പുരുഷന് ഒളിഞ്ഞു നോക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. അത് കൃത്യമായി ആസ്വദിച്ച് ഞാനത് പ്രശ്നമില്ല. ആ ചക്രവർത്തി എന്നൊക്കെ വിളിക്കണമെങ്കിൽ എന്ത് രസമായിരിക്കും. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. ചക്രവർത്തിനിയാണ് എല്ലാ അർത്ഥത്തിലും, സൗന്ദര്യത്തിലും ഒക്കെ. അതിനെ ചക്രവർത്തിനി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചിരുത്തുമ്പോൾ അതിന് സുഖം വേണ്ടേ? ആ പേരിന് തുല്യമായ സ്വീകരണം കൊടുക്കണം. അപ്പം എൻ്റെ ശില്പം നിറഞ്ഞ ശില്പം ഉള്ള വലിയ ഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. എന്താ അറിയോ? ഈ പുഷ്പപാദകം വില കൂടിയത് മേടിച്ചിട്ട് 2000 രൂപയുടെ ചെരുപ്പ്. അത് ഇട്ട് കഴിഞ്ഞാൽ പാദം കാണാനുള്ള ഭംഗി ഇല്ലാണ്ടാവും. അതുകൊണ്ടത് പുറത്ത് വയ്ക്കുക. നിന്റെ ചെരുപ്പ് കാണാനല്ല നിന്നെ വിളിച്ചത്. ഇതെല്ലാം മനസ്സിൽ നമ്മൾ ഒളിച്ചു വയ്ക്കുന്നത്, ആണുങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന കാര്യം കേട്ടോ. സാലഭഞ്ജികകൾ കൈകളിൽ, അകത്തേക്ക് വരിക, നഗ്നപാതയായി അകത്തേക്ക് വരിക. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമത്താലമേന്തി വരവേൽക്കും. ചക്രവർത്തി എന്ന് വിളിച്ചുപോയി. വിക്രമാദിത്യൻ ചക്രവർത്തിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്നത് കുറേ പടികൾ കയറി മുകളിലാണ്. ഈ 2 പടികളുടെയും 2 വശത്തും പാവകളുണ്ട്. പാവകൾ ഇങ്ങനെ വിളക്കുമായിട്ട് നിൽക്കും. ആ വിളക്ക് കൊളുത്തും. ആ കൊളുത്തിയ വിളക്കിനിടയിൽ കൂടിയാണ് ചക്രവർത്തി സിംഹാസനത്തിലേക്ക് കയറുന്നത്. സാലഭഞ്ജിക പാവയാണ്. ചക്രവർത്തി എന്ന് വിളിച്ചുപോയി. അപ്പോൾ ചക്രവർത്തിക്ക് കൊടുക്കുന്ന അതേ സ്ഥാനം ചക്രവർത്തിക്ക് കൊടുക്കും. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. പോയിട്ടിങ്ങനെ മുകളിലേക്ക് വിളിക്കുക. പഞ്ചലോഹമണിമന്ദിരങ്ങളിൽ, ചെറിയ വീടല്ല, വിളിച്ചിരിക്കുന്ന ചക്രവർത്തിനെയാണ്. അതനുസരിച്ച് സാധനം കൊടുക്കണം. പഞ്ചലോഹമണി മന്ദിരത്തിൽ
മൺവിളക്കുകൾ പൂക്കും എല്ലാം. ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും. അല്ലേ, ഒന്ന് ഓർത്ത് വയ്ക്കേ. ചൈത്ര പത്മദള മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും. താനെ താനെ പാടുമെന്ന്. ചിലനെ കണ്ടുമ്പോൾ അറിയാണ്ട് നോക്കിപ്പോകുമെന്ന് പറയുന്ന പോലെ. കാര്യം വന്ന് കയറുന്ന ആളതാണ്. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു പുരുഷൻ്റെ മനസ്സിലേക്ക് ഒരു സ്ത്രീയെ നമ്മൾ വിളിച്ചു കയറ്റുക? അതൊക്കെ പോയി, അത് മാറിയെല്ലാം. പക്ഷെ അതുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലുണ്ടല്ലോ. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. ഇവൾ വെറും വയൽ മാത്രമായിരുന്നു എന്ന് പറഞ്ഞ കാലം നോക്കുന്നുണ്ട്. പുരുഷൻ്റെ ബീജം വിതയ്ക്കാൻ വേണ്ടി മാത്രമുള്ള വയൽ അല്ല, പുരുഷനെ പ്രേരിപ്പിക്കുന്ന ആൾ, ഉണർത്തുന്നവളാണ് പ്രകൃതി. അതിൻ്റെ പ്രതീകമാണ് സ്ത്രീ. ബ്രഹ്മാവിന് സൃഷ്ടി സമയമായി എന്ന് ഓർമ്മിപ്പിക്കുന്നു. സൃഷ്ടി കഴിഞ്ഞു, മഹാവിഷ്ണു നിനക്ക് ഈ സ്ത്രീകാരനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. സൃഷ്ടി കഴിഞ്ഞു, സംഹാരകനാണ് നീ എന്ന് ഓർമ്മിക്കുന്ന പെണ്ണിൻ്റെ 3 ഭാവങ്ങളാണ്. അവിടെ പെണ്ണും സ്ത്രീയാണ് മനസ്സും രൂപം മാറുന്നത് ഇവരെ പ്രേരിപ്പിക്കാൻ. അതല്ലേ ശങ്കരാചാര്യർ എഴുതി, ശക്തിയോടത്ത് യോഗത്തിൽ വർത്തിക്കുകയിൽ ശക്തനത്രേ സൃഷ്ടികർമ്മത്തിലും ശിവൻ. സംഹാരമൂർത്തിയായ ശിവൻ വരെ സൃഷ്ടാവാക്കുന്നത് ശക്തി കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനെ മാനിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായ കാര്യമല്ലത്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ധർമ്മവും വേണം, അതിനകത്ത് ധർമ്മത്തിന് അർത്ഥവും വേണം. ഈ ഇത് രണ്ടും കൂടെ ചേർന്നതായിരിക്കണം കാമം, അല്ലാണ്ട് വെറുതെ മൃഗം കാണിക്കുന്നതല്ല. പനി നീർമഴ ഇട്ടിട്ടില്ലേ, വെറുതെ ഒരു മഴത്തുള്ളി ചോരുന്ന വീട്ടിനകത്ത് പിന്നെ നസീറും ജയഭാരതിയും കൂടെ നിൽക്കുക, വെറുതെ ഒരു മഴ വീണു, അതിൻ്റെ പാട്ട്. പക്ഷെ ആ പാട്ട് പാടി വരുമ്പോഴതിൻ്റെ സുരസം. പനി നീർമഴ, പൂമഴ, തേന്മഴ, എന്തൊക്കെയോ നമ്മുടെ കനവിലും കരളിലും ഒക്കെ വിതച്ചിട്ടുണ്ട് ഇല്ലേ കവിത. ഒരു മഴ ആർക്കും ഏത് മഴ കാണുമ്പോഴും നമുക്കതുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിതയ്ക്കും. മഴയിൽ കുതിരുന്നൊരഴകേ, മഴയിലൊരഴക് കുതിരുകയാണ്. നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. കഥ മാറി, ഒരു മഴ പെയ്തു, അവളുടെ വസ്ത്രം കഞ്ചുകം നനഞ്ഞു. അതിപ്പോൾ നമുക്കൊരു കാര്യമില്ല, ഉണങ്ങിയ തുണി അല്ല, നനഞ്ഞ തുണി മഴയെ കിടന്നാലും കഞ്ചുകം നനയില്ല. പക്ഷേ നിന്നെ പൊതിയും യൗവനമോ, അവിടെയാണ് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വികാരങ്ങളെ വിതയ്ക്കുന്നത്. അതിനെ പുരാണമായിട്ട് ലിങ്ക് ചെയ്യും, അല്ലാണ്ട് വെറുതെ അല്ല, ഒരു സിനിമ പാട്ടല്ല, ഒരു നീലച്ചിത്രം കാണുന്ന ഭംഗിയല്ലത്. കൺപീലികളിൽ തങ്ങി, മഴത്തുള്ളി, ആദ്യത്തെ മഴത്തുള്ളി. കൺപീലികളിൽ തങ്ങണം, കൺപീലി വളഞ്ഞിരിക്കണം, ഇങ്ങനെയായി പോരുത്, ഒന്ന് തങ്ങണം അവിടെ. അതാണ് കണ്ണിൻ്റെ സൗന്ദര്യം. ചുണ്ടിലെ അവിടുന്ന് കമലക്കൂമ്പുകൾ നുള്ളി, വിരിഞ്ഞ ചുണ്ടായിരിക്കണം. അവിടുന്ന് പോയാൽ ഒന്ന് തങ്ങണം ഇവിടെ. ബപ്പിക്രി ആവരുത്, സൗന്ദര്യം കേട്ടോ. ബപ്പിക്രിയുള്ളവരൊക്കെ സൗന്ദര്യം ഇല്ലാത്തവരാണെന്ന് തിരിതിരിക്കില്ലേ. ഒരു സൗന്ദര്യത്തിൻ്റെ കാളിദാസൻ പറഞ്ഞതിന് വയലാറൊന്ന് മലയാളീകരിച്ചത്. ചുണ്ടിലെ കമലക്കൂമ്പുകൾ നുള്ളി, അവിടുന്ന് മാറിൽ തട്ടി തകർന്നു ചിതറി. മാറിൽ തട്ടി തകർന്ന് ചിതറണം, അത്ര മനോഹരമായിരിക്കണം മാറിടം. മൃദുരോമങ്ങളിലിടറി, അവിടെ നേരെ താഴോട്ട് ചെറിയ രോമത്തിനിടയിലേക്ക് കൂടെ ആ മഴത്തുള്ളി പോവുക. പൊക്കിൾ കുഴിയൊരു തടാകമാക്കിയ, പൊക്കിൾ കുഴി തടാകമാകണം. പവിഴ മഴത്തുള്ളി, പണ്ട് പണ്ട് ശ്രീ പാർവതിയെപ്പോലെ നിന്നെയും സുന്ദരിയാക്കി. കാളിദാസൻ ശിവൻ മാത്രം കണ്ടുകൊണ്ടിരുന്ന പാർവതിയുടെ സൗന്ദര്യലഹരി എഴുതാൻ കാളിദാസനല്ല ശങ്കരാചാര്യ ചെന്നപ്പോൾ ഗണപതി എന്ന് പറഞ്ഞ മകൻ 1 മുതൽ 49 സൗന്ദര്യലഹരി വായിച്ചാൽ അറിയാം. ശിവൻ മാത്രം പാർവതിയെ വർണ്ണിക്കുന്ന, അല്ലെങ്കിൽ ശിവന് മാത്രം സ്വന്തമായ ഒരു അഴകിനെ വർണ്ണിക്കുന്ന പാർവതിയുടെ ഇത് 1 മുതൽ 49 വരെ എഴുതി വന്നപ്പോൾ ഗണപതിക്ക് മനസ്സിലായി ഇത് കുഴപ്പമാണ്, ഇയാൾ എടുത്തുകൊണ്ട് പോകും. പുള്ളി 100-ൽ നിന്ന് 50 വരെ മായ്ച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് വേറെ ആരും ആസ്വദിക്കണ്ട. അങ്ങനെ 50 മുതലുള്ള രണ്ടാമത്തെ ഭാഗം ശങ്കരാചാര്യർ വീണ്ടും മനസ്സുകൊണ്ട് എഴുതിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ അവിടെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഒരു കാളിദാസൻ അങ്ങനെ ഒരു ബിംബം പാർവതിയെക്കുറിച്ച് എഴുതിയിരുന്നു എന്ന് സംസ്കൃതം വായിച്ച എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടില്ല.
പക്ഷെ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ അവർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഇത് സാധാരണ മനുഷ്യനും സൗന്ദര്യബോധം ഉണ്ടാവണം എന്നൊരു കടമ ഒരു കവിക്കുണ്ട് എന്ന് വളരെ ആർജവത്തോടെ വിശ്വസിച്ചിരുന്ന കവിയായിരുന്നു. അല്ലാണ്ട് ഇത് എനിക്ക് മാത്രം കിട്ടിയാൽ മതി, എനിക്ക് മാത്രം മതി, എനിക്ക് മാത്രം മതിയോ, എന്നിലൂടെ കിട്ടുന്നത് ഒഴുക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ദൗത്യം ഏത് കലാകാരനുണ്ട്. അവൻ്റെ മനസ്സിൽ തോന്നിയ ശില്പം അല്ല ചിത്രം, അവൻ്റെ മനസ്സിൽ തോന്നിയ ശില്പം അവനത് പണിഞ്ഞ് ഒരു കരിങ്കല്ല് കണ്ടു കഴിഞ്ഞാൽ ഒരു ശില്പിക്ക് തോന്നും അതിനകത്ത് ശില്പമുണ്ടെന്ന്, നമുക്ക് തോന്നില്ല. അപ്പോൾ ശില്പി എന്ത് ചെയ്യും? അനാവശ്യമായ സാധനം മാത്രം അതിനകത്ത് കൊത്തി നീക്കി കഴിയുമ്പോൾ അതൊരു ശില്പമാകും. അപ്പോൾ ശില്പം എന്താണെന്നറിയാത്ത ഒരു വെറും കരിങ്കല്ലെന്ന് കണ്ടുപിടിച്ച ഒരാളെ, സാധാരണക്കാരനെ ഒരു ശില്പി വന്ന് അതിനെ ഒരു ശില്പമാക്കി കൊടുക്കുമ്പോൾ ആ കലാകാരൻ്റെ ദൗത്യമാണത് അടുത്തവന് പകർന്നു കൊടുക്കുക. ഇത് വൈത്തേ ചെയ്തുള്ളൂ സിനിമാ പാട്ടുകളുടെ വയലാർ. പക്ഷെ ഇതിവിടെ പാർവതി സുന്ദരിയാക്കുന്ന മാത്രം കൊണ്ട് തീർന്നില്ല. മേഘപ്പൂക്കളിലൂടെ മഴത്തുള്ളിയാണ്, മുകളിലെ മഴവിൽ പൊയ്കയിലൂടെ. വെറുതെ ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം മാത്രം തീർക്കുന്നതല്ല ഒരു മഴത്തുള്ളി. മേഘപ്പൂക്കളിലൂടെ മുകളിലെ മഴവിൽ പൊയ്കയിലൂടെ കാറ്റിൻ കയ്യിൽ പിടിച്ചു കയറി കനകപ്പൂമ്പൊടി പൂശി ഭൂമിയിലേക്ക് ഇങ്ങനെ എറിയുക മഴത്തുള്ളി. മണ്ണിൻ മനസ്സിലെ വികാരമായൊരു മധുര മഴത്തുള്ളി, പണ്ട് ഭാഗീരഥിയെ പോലെ ഗംഗയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി. ഒരു മഴത്തുള്ളി വെറുതെ പെയ്ത് പോയേ ഉള്ളൂ. പക്ഷെ അതിനെ എന്തൊക്കെ ആക്കണം, അതിനെ എവിടെ എത്തിക്കണം, അത് മനുഷ്യൻ മനസ്സിലാക്കണം എന്ന ബോധത്തോടെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് കേൾക്കാനും അത് അനുഭവിക്കാനും യോഗം ഉണ്ടാകുക എന്നതിൽ മലയാളികളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാര്യം ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, എനിക്ക് ഓരോരുത്തരും പറഞ്ഞു തന്നതാണ്. അപ്പോൾ ആ ഒരു ഭംഗി നമുക്കുണ്ടെന്ന് പറയുക. ഇപ്പോൾ സ്വർഗ്ഗപുത്രി നവരാത്രി എന്ന് എഴുതിയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. നവരാത്രി എന്ന് പറഞ്ഞാൽ ഉത്സവം മാത്രം നമ്മൾ തിരിക്കുക. നമുക്ക് പൊതുവേ നവരാത്രി എന്താ ഉത്സവം, പക്ഷേ ആദ്യ രാത്രി അത് സ്വർഗ്ഗപുത്രി. നവരാത്രി എന്നുള്ള ആദ്യ രാത്രി എന്നുള്ള പാട്ട് ചേരും, അല്ലാണ്ട് നവരാത്രി എന്നുള്ള ഉത്സവമാണ്. അത് മുഴുവനാൽ സ്വർണം പതിച്ചതിന് സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കുക. ആദ്യ രാത്രിയിലെ പാൽക്കടൽ തിരകളിൽ അലക്കിയെടുത്ത നിൻ പൂനില പുടവ തൊടുമ്പോൾ, മെയ്യിൽ തൊടുമ്പോൾ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരു അഭിനിവേശം. നമ്മുടെ അടിസ്ഥാന വികാരത്തിലേക്ക് ഇതെല്ലാം, ഓരോ ആചാരങ്ങളെയും സംസ്കാരത്തിനെയും ഇതൊക്കെ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് തിരിച്ചല്ല എന്ന ബോധ്യപ്പെടുത്തലാണ് ഓരോ കവിതകളിലൂടെ, ഓരോ സിനിമാ ഗാനങ്ങളിലൂടെ. കവിതകളിൽ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. കാര്യം കവിത എഴുതുമ്പോൾ ഉദ്ദേശം മറ്റേ സാധാരണക്കാരൻ്റെ ഉന്നമനം മാത്രമായിരുന്നു, അവന് വേണ്ടി പൊരുതായിരുന്നു. അവിടുന്ന് മാറി സിനിമയിലേക്ക് അവസരം വന്നപ്പോൾ, സിനിമയ്ക്ക് സന്ദർഭം വന്നപ്പോൾ, ആ സന്ദർഭത്തിലേക്ക് ഇതിനെല്ലാം എങ്ങനെ ലയിപ്പിച്ച് ചേർക്കാം. സുപ്രഭാതം അതിൻ്റെ വേറൊരു പാട്ടാണ്. അതൊരു കടമയാണ്. ഒരു കവിയുടെ, കലാകാരൻ്റെ കടമ സമൂഹത്തെ എപ്പോഴും കലയ്ക്ക് വേണ്ടിയല്ല, കല ജീവിതത്തിന് വേണ്ടി. കല തന്നെയാണ് ജീവിതം എന്ന് കുട്ടിക്കൃഷ്ണമാരാർ പറഞ്ഞിട്ടുണ്ട്. ജീവിതമാണ് കല. അത് കലാപമാക്കുന്നതാണ് കുഴപ്പം. ജീവിതത്തെ കലാപരമാക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. നീലഗിരിയുടെ സഖികളെ, ഊട്ടി നമ്മളൊക്കെ പോകുന്നതാണല്ലോ, ജ്വാലാമുഖികളെ ഇല്ലേ. അവിടെ ചെന്നു ഒരു മുറിയെടുത്തു, കുറേ പൂവ് മേടിച്ചു, കുറേ സാധനം മേടിച്ച് തിന്നു, ഔട്ടിങ് കഴിഞ്ഞു, കയ്യിൽ നിന്ന് കുറേ കാശ് പോയൊരു സങ്കടത്തിൽ തിരിച്ചു വരും. ഇത്രയേ ഉള്ളൂ എല്ലാവരും ചെയ്യുന്ന യാത്ര. പക്ഷെ വയലാർ ചെന്നപ്പോൾ അതല്ല കണ്ടത്. അത് ഓർമ്മിപ്പിക്കുക നമ്മളെ. ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം. എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? രാവിലെ എഴുന്നേക്കുന്നത് തന്നെ 8 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയി തണുക്കം പിടിച്ചല്ലേ ഒരു ഗുഡ് മോർണിംഗ് നമുക്ക് വേണ്ടി ഉദിച്ചിരിക്കുന്നു, നമുക്ക് പ്രകാശം തരുന്നു. അങ്ങനെ ഈ ഭൂമിയിലേക്ക് സുപ്രഭാതം കൊടുത്ത് ഈ എന്തിനാണിത്? പിന്നെയാണ് എൻ്റെ ദൗത്യം. വെറുതെ ഒരു ഗുഡ് മോർണിംഗ് നമുക്ക് ചുമ്മാ നമ്മളെല്ലാവരും പറയും രാവിലെ എഴുതിൻ്റെ ഫോണും കൂടെ ഞെക്കി. പക്ഷേ ഗുഡ് മോർണിംഗിന് വലിയ പ്രത്യേകത ഉണ്ടെന്നൊരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു ഓഫീസ് സെക്യൂരിറ്റി എല്ലാ പേരും വന്ന് പഞ്ച് ചെയ്തിട്ട് പോകും. ഒരാൾ മാത്രം ഗുഡ് മോർണിംഗ് പറയും. അയാൾ തിരിച്ചു പോകുമ്പോൾ ഗുഡ് നൈറ്റും പറഞ്ഞു പോകും. ഒരാൾ മാത്രമേ പറയുള്ളൂ, ബാക്കി ആരും പറയില്ല. അങ്ങ് പോയി വരും. ഒരു ദിവസം രാവിലെ ഗുഡ് മോർണിംഗ് കേട്ടു. സെക്യൂരിറ്റി പഞ്ചിങ് സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് ഗുഡ് നൈറ്റ് കേട്ടില്ല, ഗുഡ് മോർണിംഗ് കേട്ടുള്ളൂ, ഗുഡ് നൈറ്റ് കേട്ടില്ല. ഉടനെ ഓടി, അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല, ഓടി അകത്തി വന്നു. പല സ്ഥലങ്ങളിൽ നോക്കി കണ്ടില്ല. ഇതൊരു ഇറച്ചി ഫ്രീസ് ചെയ്യുന്ന ഫാക്ടറിയാണ്. അവസാനം
ഇറച്ചി ഫ്രീസിങ് ചെയ്തിരുന്ന ആ മുറിയുടെ ഫ്രീസർ തുറന്നപ്പം മരവിച്ച് മരിക്കാൻ കിടക്കുന്നു ഈ പറഞ്ഞയാൾ. ആരോ അറിയാണ്ട് അയാളെ അതിനകത്തോട്ട് അടച്ചുപോയി. തക്ക സമയത്ത് എന്ന കാരണം പുറത്തെടുത്തു, ജീവൻ കിട്ടി. നിസ്സാരമായൊരു ഗുഡ് മോർണിംഗാണ്. അപ്പോൾ ഗുഡ് മോർണിംഗിന് പ്രാധാന്യമുണ്ട്. നമ്മളൊക്കെ രാവിലെ എടുത്തിട്ട് ചുമ്മാ 1000 പേർക്ക് കൊണ്ട് ഗ്രൂപ്പിലേക്ക് ഗുഡ് മോർണിംഗ് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി വിഷു, ഹാപ്പി ഓണം എന്ന് എനിക്ക് വരാറുണ്ട്. ഒരു കഥയില്ല, അന്ന് മാത്രമേ കാണുള്ളൂ ഇവർ. പക്ഷേ അതിന് അപ്പോൾ സുപ്രഭാതം വയലാർ പറയുമ്പോൾ കാര്യമുണ്ട്, വെറുതെ അല്ല. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. ഈ പ്രപഞ്ചം പണിയുന്നൊരു ശില്പി കറുത്ത കല്ലുകൾ അടുക്കി അടുക്കി പണി തുടങ്ങി. കറുത്ത കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. ഇതെല്ലാം നിർമ്മിക്കുന്നൊരു ശില്പി, ആരെങ്കിലും ആയിക്കോട്ടെ. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ. ഇപ്പോഴും നടക്കുകയാണ് നിർമ്മാണം. എന്നോ തുടങ്ങി കല്ലുകൾ അടുക്കി വെച്ച്. ആ നിർമ്മാണം പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും തീരാതെ ഇപ്പോഴും തുടരുന്നു. നിന്റെ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ. ഇനിയാണ് എൻ്റെ കടമ. നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. കടമയാണ്, ഉത്തരവാദിത്വം. പ്രപഞ്ച നിർമ്മാണത്തിൽ മനുഷ്യൻ ഭാഗമാകുന്നു. മനുഷ്യൻ ഭാഗമാകുമ്പോൾ അതിൽ ഒരാളായ ഞാനും ഭാഗമാകുന്നു. എൻ്റെ മുറി, എൻ്റെ സ്മാരകം, ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രപഞ്ച നിർമ്മാണത്തിൽ ഭാഗമാകണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഗുഡ് മോർണിംഗിലൂടെ തരുന്നത്. ഇനി അത് മാത്രം മതിയോ? ടെക്നോളജി മാത്രം വളർന്നാൽ മതിയോ? നമ്മൾ നേരത്തെ പറഞ്ഞൊരു സൗന്ദര്യബോധമില്ലേ? 1000 താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി. കൂട്ടിച്ചെന്നാൽ കാണാം നിറച്ച് താമരപ്പൂവൊക്കെ നിൽക്കുന്ന ജലതടാകം, അരയന്നങ്ങളൊക്കെ കൂടി കിടക്കും. വസന്തവും ശിശിരവും, 2 എക്സ്ട്രീം ഋതുക്കൾ. വസന്തം വരുന്നു, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ. ആ പൊയ്ക നിൻ്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ. നേരത്തെ പറഞ്ഞ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, അതിൻ്റെ സൗന്ദര്യം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, അതിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട്, അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വക ഒരു കോംപ്ലിമെൻറ്റ്. ആ സൗന്ദര്യം ഞാൻ ആസ്വദിക്കുന്നു, എനിക്ക് ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നു എന്ന നമ്മളിലെ ടെക്നോളജി മാത്രമുള്ള പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ കൂട്ടത്തിൽ എനിക്ക് സൗന്ദര്യം ആസ്വദിക്കാനുള്ള മനസ്സുണ്ട് എന്ന് പറയുന്നൊരു മനുഷ്യത്വം ഉണ്ടല്ലോ, നമുക്ക് മാത്രമേ ഉള്ളൂ ഇത്. അതിനാണ് ഈ സുപ്രഭാതം. ഇങ്ങനെ പറയാനാണെങ്കിൽ ധാരാളം പാട്ടുകളുണ്ട് കേട്ടോ. സമയം തീരാറായോ ദീപേ? ഏതാണ്ടോ ആയോ? ഞാൻ അതാ ഇങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം അങ്ങനെ ഓരോന്നും. ഇപ്പം അഗ്നിപർവ്വതം പുകഞ്ഞു, അതിനകത്ത് തന്നെയാണ് പ്രവാചകന്മാർ പറയൂ പ്രഭാതമകലെയാണോ. ഈ പറഞ്ഞ പ്രതീക്ഷ നമുക്ക് ആദിയുഷസ്സിൽ ചുവന്ന മണ്ണിൽ നിന്ന് ആയുഗ സംഗമങ്ങൾ ഇവിടെ കൊളുത്തിയ വിശ്വാസ ഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ നമുക്കുണ്ട്. എത്ര ധീരനാണെങ്കിലും ചിലപ്പോൾ നിസ്സഹായനായിട്ട് നിൽക്കേണ്ട അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ജീവിതത്തിൽ. പറയാൻ മടിക്കും പലതും, കാര്യം പലതും നഷ്ടപ്പെട്ടാലോ എന്ന് ഭയം. അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ നിൽക്കുന്നു. അവിടെയൊക്കെ ഇത് മാറുമോ? പ്രവാചകന്മാർ പറയൂ, പ്രഭാതം, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഭാതം അകലെയാണോ? ഇത് പറഞ്ഞാൽ ഇതൊരു കാവ്യഭംഗി എന്നതിനൊക്കെ ഒരു ജീവിത ഭംഗിയാണ് ഇതിനകത്തുള്ളത്. അതുതന്നെ അഗ്നിപർവ്വതം. നമ്മളെപ്പോഴും പി രാമേന്ദ്രൻ എന്ന കവി എഴുതിയിട്ടുണ്ട്, ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നറിയിക്കാൻ മധുരമായൊരു കൂവൽ. ഒന്ന് കൂവിയാൽ നമുക്കിവിടെ ഞാനുണ്ടെന്ന് അറിയിക്കാം എൻ്റെ സാന്നിധ്യം. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയിക്കാൻ ഒരു തൂവലിട്ടാലും മതി, ശബ്ദം വേണ്ട, ഒരു തൂവലും ഇട്ടാൽ മതി. ഇനിയും ഞാനിവിടെ ഉണ്ടാകുമെന്നറിയിക്കാൻ അടയിരുന്ന ചൂട് മാത്രം മതി. അത് നിസ്സാര കാര്യമല്ല. ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ നല്ല ഫലങ്ങളും നമ്മുടെ അടുത്ത തലമുറകളും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ മനുഷ്യത്വം നമ്മൾ കൊണ്ടുവരിക. അല്ലെങ്കിൽ അതാണ് ആ മനുഷ്യത്വത്തിലാണ് വയലാർ ഇവിടെയും സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഏത് വേദനയിലും, ആരുടെ വേദനയിലും. കണ്ണീരിവിടെ കടലായി ഞങ്ങൾ കണ്ടിട്ടൊരുപാട് നാളായി.
നീലാംബരമേ ആകാശം, താരാപഥമേ ഭൂമിയിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയ ദൈവമിപ്പോഴും അവിടെയുണ്ടോ, അവിടെയുണ്ടോ? ഇപ്പോഴും സംശയം നമുക്ക് ഉണ്ടെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? കനകം മൂലം ദുഃഖം, ലോകത്ത് രണ്ട് ഒന്നതാണ്. കാമിനി മൂലം ദുഃഖം, കണ്ണുണ്ടായിട്ടും ദുഃഖം, കണ്ണില്ലാഞ്ഞിട്ടും ദുഃഖം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈശ്വരൻ മറ്റൊരു ലോകത്താണെന്ന് വിശ്വസിക്കുന്നവരെ, വെറുതെ വിശ്വസിക്കുന്നവരെ, ഇവിടെ തന്നെ ദൈവവും ചെകുത്താനും ഇവിടെ തന്നെ, രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ തെണ്ടികൾ ഞങ്ങൾ. അവർക്കറിയാവുള്ളൂ ആരിലാണ് ഈശ്വരത്വം, ആരിലാണ് ചെകുത്താനിരിക്കുന്നത്. കാര്യം അവർ തെണ്ടണം ഈ തിരിച്ചറിയണമെങ്കിൽ. നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? തെണ്ടില്ല. ഞാനൊക്കെ എപ്പോഴും തെണ്ടുന്നവനാണ്. കാര്യം അറിവിന് വേണ്ടി. ഇപ്പം ഇന്നെനിക്ക് എന്തെല്ലാം കാര്യം, ഇപ്പോൾ ശ്രീജിത്തും ജയശങ്കർ അദ്ദേഹവും രാവിലെ മറ്റേ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, കൃഷ്ണപ്രസാദ് അല്ലേ, അതല്ലേ, അത് രാവിലെ നമ്മുടെ ഫോക്ലോറിനെ കൂടി ആൾ അത് എന്തെല്ലാം അറിവ്, അത് തെണ്ടാൻ വന്നത് അത് കേൾക്കാൻ. എനിക്ക് 12 മണിക്ക് ഇവിടെ കൃത്യം വന്നിട്ട് എൻ്റെ ഇതും കഴിഞ്ഞ് ഇറങ്ങി പോയാൽ മതി. പക്ഷേ ഇന്ന് ഇത് കഴിഞ്ഞാൽ പോവും. കാര്യം എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ മറ്റൊരാൾ പറയുമ്പോൾ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അത് നമ്മുടെ ഒരു ആവശ്യം. അത് ആ ദൗത്യം ഇപ്പം എനിക്ക് കിട്ടിയത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെയും ദൗത്യം. വയലാറോതാ ചെയ്തത്. നാലുകെട്ടിനകത്തിരുന്ന് മാത്രം വായിച്ച് ശീലിച്ച അറിവുകൾ അതിനകത്ത് ഒതുങ്ങിയാൽ പോരാ, അത് ചിതയിൽ കരിഞ്ഞു പോകരുത്, അത് പകർന്നു കൊടുക്കണം. പക്ഷേ അത് ആർക്ക് വേണം? അർഹിക്കുന്നവൻ എന്നുള്ളതാണ് പിന്നെ അടുത്ത പ്രശ്നം. അർഹതയിലാണ്ട് വരുമ്പോഴാണ് എല്ലാം പഴുക്കാണ്ട് നമ്മൾ തല്ലിപ്പഴുപ്പിക്കുന്നതും താനെ പഴുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഉണ്ട്. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം നമുക്ക് കൂടുതലുള്ളൂ. കാര്യം ഇപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അച്ഛനും അമ്മയൊന്നും അറിവുകാരല്ല, ഗുരുക്കന്മാർ അറിവുകാരല്ല. അവർക്ക് അവരുടെ കയ്യിലുള്ള സാധനം അറിവ് കൊടുക്കുന്നത്. ശരിയോ തെറ്റൊന്നും പോലും അറിയേണ്ടവരതിനെ വിശ്വസിച്ച് പോവുക. എത്രയോ പേര് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതെന്നറിയും ഇതൊക്കെ നോക്കിയിട്ട് അവസാനം പാണ്ടെല്ലാം പിടിച്ച്. അത് അപകടമാണ്. പക്വതയൊരു പ്രശ്നമുണ്ടത്. അങ്ങനെയുള്ളത് അത് കൃത്യമായി കൊടുക്കുക. അത് ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം അതവിടെയാണല്ലോ മാതാപിതാ ഗുരു വരുന്നത്. ആദ്യത്തെ ഗുരു അമ്മ എന്നുള്ളത് ആദ്യത്തെ സങ്കല്പത്തിൽ നിന്ന് അച്ഛനെ നമ്മൾ കാണുന്നു. അച്ഛൻ പറയുന്ന, അമ്മ പറയുന്നതാണ് അച്ഛൻ, അല്ലാണ്ട് വേറൊന്നുമല്ല. അമ്മ കുറേ നേരം കുഞ്ഞിനോട് പറയാം, അമ്മ ഇതാ മോനെ അച്ഛൻ, ഇതാണ് മോനെ അച്ഛൻ എന്ന് പറയുന്ന അറിവാണ് ആ അച്ഛൻ എന്നുള്ള ആ മൂർത്തിയും ആ രൂപവും ആ ശബ്ദവും ആ ചൂടും മക്കൾക്ക് കിട്ടുന്നത്. അത് തെറ്റായി പോയി തീർന്നില്ലേ? അത് അത് സത്യമാണത്. അത് നമുക്ക് മാത്രമേ, അത് ആ സംഭവം സ്വഭാവം നമുക്കേ ഉള്ളൂ എന്നുള്ള ബോധക്കാര്യം. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ രാജാക്കന്മാരെന്ന് നമ്മൾ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ വളർത്തുനായ ചെയ്യും. അവന് വയറ്റിന് നോവുണ്ടെങ്കിൽ അവന് എത്ര ഇഷ്ടപ്പെട്ട ആഹാരം കൊടുത്താലും മണത്തിട്ട് മാറി നിൽക്കും. നമ്മളോ ഒരു ഗുളിക മേടിച്ചടിച്ച് അതും കൂടി എടുത്ത് വീഴും. അല്ല, അവരിൽ നിന്നും എല്ലാം പഠിക്കണം. അത് ആ പഠനത്തിൻ്റെ ഭാഗമാണിതല്ല. ഇപ്പോൾ രാധയുടെ കാര്യം പറഞ്ഞില്ലേ, സ്വപ്നസഞ്ചാരിണി നിൻ്റെ മനോരഥം സ്വർഗത്തിലോ ഭൂമിയിലോ, ഒരു പാട്ടാണ്. ഒരു ഉത്സവത്തിന് ചെല്ലുക രണ്ടുപേരും കൂടെ കൂട്ടുകാരി. അപ്പോൾ ഇവൾ സ്വപ്നം കണ്ടു നിൽക്കുന്ന ഒരാൾ. ഇപ്പം നിൻ്റെ മനോരഥം എവിടെയാണ്? സ്വർഗത്തിലാണ്. അപ്പോൾ ഇവൾ പറയും സ്വർഗത്തിലല്ല, ഭൂമിയിലല്ല, സങ്കല്പ ഗന്ധർവ ലോകത്തിൽ. അപ്പോൾ അവൾ അവിടെ നടക്കുക, ഒരു രുക്മിണി സ്വയംവരം കഥകളി നടക്കുക. നമ്മളൊക്കെ കാണാറുണ്ട് പല. പക്ഷേ ഇവർ ചെല്ലുമ്പോൾ ഇവർക്ക് വേറെ എന്തെങ്കിലും കിട്ടും. ഉത്സവ പന്തലിൽ കഥകളി ഇന്നലെ രുക്മിണി സ്വയംവരമായിരുന്നു. സമ്മതിച്ചു. നന്ദകുമാരൻ്റെ നല്ലൊരു സമയമാണല്ലോ, കല്യാണമല്ലേ. നന്ദകുമാരൻ്റെ വേഷം കണ്ടിട്ട് നിൻമിഴി എന്തേ നനഞ്ഞുപോയി. എന്ത് കഷ്ടം ഒരു കല്യാണത്തിന്, ഒരു നന്ദകുമാരൻ്റെ കല്യാണത്തിന്, രുക്മിണിയെ കല്യാണം കഴിക്കുമ്പോൾ നീ എന്തിനാണ് കരഞ്ഞത്? മറുപടിയാണ്, വൃന്ദാവനത്തിലെ രാധയെ ഞാൻ അന്നേരം ഓർമ്മിച്ചിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ പറയുന്ന എല്ലാ പേരും അയാളുടെ പേര് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പം കൂടെ പറയുന്ന പേര് രാധയാണ്. രുക്മിണിയുടെ പേര് എത്ര പേര് പറയും? ആ രാധയ്ക്കില്ലാത്ത ഭാഗ്യം, നഷ്ടപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് വെറുതെ ഒരു കഥകളി കണ്ടതാണ്. ഇതാണ് നമ്മൾ പറയുന്ന കാര്യം. ആ തോന്നൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തോന്നും. നേരത്തെ ശില്പിയുടെ കാര്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തോന്നും. ആ കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്താനുള്ള പ്രേരണകളാണ് ഇങ്ങനെയുള്ള വായനകളും കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ സിനിമ എന്നുള്ള മാധ്യമം ഏറ്റവും വലുതായതുകൊണ്ട് ഒരു ഗാനരചയിതാവിന് കുറച്ചുകൂടെ ഒരു കവിയേക്കാൾ ആൾക്കാരിലേക്ക് ഇറങ്ങിയെത്താൻ പറ്റും. ഒരു വയലാറൊരു കവി മാത്രമായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തോടെ തീർന്നു. പിന്നീട് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. നമുക്ക് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. 47 മരിച്ചു പോയല്ലോ.
അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റും ഇനി എന്ത് ദൗത്യം ഉണ്ടായിരുന്നു. മഹാകാവ്യം എഴുതാനും ദൗത്യമൊക്കെ ഉണ്ടായിരുന്നു. അതും ഇപ്പോഴൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമാകുന്ന മഹാകാവ്യങ്ങളാണ്. ചില ചോദ്യങ്ങൾ നമുക്കറിയാൻ വേറെ കുറേ ചോദ്യങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് അതായിരുന്നു വയലാറിൻ്റെ തീം കേട്ടോ. മഹാഭാരത യുദ്ധമായിരുന്നു. എന്തിനാണ് യുദ്ധം ഉണ്ടായി? ദുര്യോധനനും പാണ്ഡവരും കൗരവരും. പാണ്ഡുവിൻ്റെ 5 മക്കൾ, കൗരവർ ഇപ്പുറത്ത് 101 പേര്. ധൃതരാഷ്ട്രരുടെ യുദ്ധം ചെയ്ത് ഭൂമി മുഴുവൻ ദുര്യോധനൻ മേടിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തിന് സ്വത്ത് പങ്കുവയ്ക്കണ്ടേ? നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള പ്രശ്നമാണ്. എല്ലാം നമ്മൾ ആയിക്കഴിഞ്ഞ് സ്വത്ത് പങ്ക് വരുമ്പോഴാണ് നമ്മുടെ സ്വഭാവവും തനിനിറവും വരുന്നത്. അപ്പോൾ അവിടെ ചെന്നു ശ്രീകൃഷ്ണൻ. സ്വത്ത് ധൃതരാഷ്ട്രൻ്റെ മക്കളായ നിങ്ങളുടെ അച്ഛൻ്റെ സഹോദരനായ പാണ്ഡുവിൻ്റെ മക്കൾക്ക് കൊടുക്കണ്ടേ? അവർക്കും അവകാശപ്പെട്ടതല്ലേ? ദുര്യോധനൊരു ചോദ്യം ചോദിച്ചു. നമ്മൾ എത്ര പേരെ ചോദിച്ചിട്ടുണ്ടെന്നറിയില്ല, അറിയുള്ളവർ. അതിൽ പാണ്ഡുവിൻ്റെ മക്കളാർ? ധൃതരാഷ്ട്രയുടെ മക്കൾക്ക് കിട്ടിയ സ്വത്ത്, ഇതിൻ്റെ അവകാശം പാണ്ഡുവിൻ്റെ സഹോദരനായ പാണ്ഡുവിൻ്റെ മക്കൾക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആരാണ് പാണ്ഡുവിൻ്റെ മക്കൾ? അച്ഛനവകാശപ്പെട്ട സ്വത്തിലെ മക്കൾക്കുള്ളൂ. 5 പേരിൽ ആരാണ് പാണ്ഡുവിൻ്റെ മകൻ? യുധിഷ്ഠിരൻ യമധർമ്മൻ്റെ, ഭീമൻ വായുവിൻ്റെ, അർജുനൻ ഇന്ദ്രൻ്റെ, നകുല സഹദേവന്മാർ അല്ല, അത് തന്നെ അവർ വേറെ, അശ്വിനി ദേവകളുടെ. പാണ്ഡുവിൻ്റെ മക്കളാർ? സ്വത്ത് തരാം. ഇതായിരുന്നു ബേസ് ഒരു സംഭവമായിരുന്നു. അതും വ്യാസൻ്റെ വേറെ കുറച്ച് വ്യാസൻ്റെ പ്രതികാരമായിരുന്നു ഭാരതം എന്നുള്ളൊരു രീതിയിൽ ഉള്ളൊരു മഹാകാവ്യം. ഈ കാലത്ത് പക്ഷേ എഴുതണ്ട എന്ന് കാലം തീരുമാനിച്ചുകൊണ്ടായിരിക്കും ആ ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്മാറ്റി ഈ സ്ഥലം ഇവിടുന്ന് വെടിയിച്ചത്. പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് പറയാൻ സമയമായിട്ടില്ലായിരിക്കും. അത് മറ്റൊരാളിലൂടെ ആയിരിക്കും പറയേണ്ടി വരിക. അങ്ങനെ കാലം ഓരോന്ന് തീരുമാനിക്കും. ഇന്നയാളിലൂടെ ഇന്നത് പറയണം, അല്ലെങ്കിൽ അന്നേരം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെഴുതാനുള്ള തീരുമാനം എടുക്കുന്ന സമയത്താണ് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നെഴുതിച്ചത്. ഇല്ലെങ്കിൽ വീട്ടിലൊരു മുളങ്കാടൊക്കെ മുള കൊണ്ടൊരു കൂടൊക്കെ ഉണ്ടാക്കി വെച്ച് സിനിമയിൽ നിന്നെല്ലാം പിന്മാറി കാവ്യലോകത്തേക്ക് തിരിച്ചു വന്ന് ഈ ഒരു വിഷയം എഴുതാം എന്ന് വേണ്ടി എല്ലാം ചട്ടക്കൂടും കിട്ടി അതിൻ്റെ പ്രാരംഭ നടപടികൾ സ്വീകരിച്ചപ്പോഴാണ് ഈ പാട്ട് എഴുതേണ്ടി വന്നത്. അത് എഴുതിച്ചു. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. മതി. ആ കാലത്തിൻ്റെ തിരക്കഥയിലുള്ള അതൊരു രസം. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളൊരു വലിയൊരു ദൗത്യം വയലാർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഒരു പക്ഷേ എല്ലാവരും ഇപ്പോഴും എൻ്റെ സ്വകാര്യമായ ദുഃഖം അതിനകത്ത് എവിടെയോ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നുകൊണ്ട് ആ പാട്ടുകളോട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും ഉണ്ട് അല്ലേ? ഉണ്ടായിരിക്കാം. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അഞ്ചെത്തി, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, നമുക്കൊരേ പ്രായം. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മളൊരു പൂന്തണലിൽ വളർന്നു, പൂനിലാ വലക്കിയ പുളിയിലെ കസവുള്ള പുടവയുടെ. അന്നത്തെ കാലം, ഇന്നതല്ല. ഇന്ന് വേഷം മാറി. ഇപ്പം നമുക്കത് എഴുതാൻ പറ്റില്ല. അതാണ് കാലത്തിൻ്റെ മാറ്റം. പുടവയെടുത്തു തന്നു. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? അത് വലിയൊരു സത്യമല്ലേ? ഓർമ്മകൾ മരിക്കണമെങ്കിൽ മരണം എന്ന് വെച്ചാൽ മതി, രണം, യുദ്ധം മതി എന്നാണ്. ജീവിതം യുദ്ധം ചെയ്ത് നമ്മളോടും മറ്റുള്ളവരോടും യുദ്ധം ചെയ്തിട്ട് നമ്മൾ ജീവിച്ച് അവസാനം മരിക്കുകയാണ്. മതി, രണം എന്നുള്ളതാണ് മരണം. ആ മരണത്തിൻ്റെ വയലാർ ഏറ്റവും അവസാനം എഴുതിയ പാട്ടും അത് തന്നെയാണ്. മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് സ്വപ്നങ്ങളോടാണ് യാത്ര പറഞ്ഞത്. സ്വപ്നങ്ങൾ നമ്മൾ കേട്ടില്ല. നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. അതേ സ്വപ്നത്തിനോട് അവസാനം എഴുതി ഒറ്റയാഴ്ചയ്ക്ക് മുമ്പ്. യാത്ര, സന്ധ്യാവന്ദനം ദുഃഖസംഗീത പ്രിയകളാം സ്വപ്നങ്ങളെ, സന്ധ്യാവന്ദനം. സ്വപ്നത്തിലൂടെ നമ്മൾ ഏറ്റവും അവസാനം യാത്ര പറയുള്ളൂ. ജീവനുള്ളിടത്തോളം കാലം നമുക്ക് സ്വപ്നം ഉണ്ടാവും. ഭാര്യയോട് യാത്ര പറയാം, മക്കളോട് യാത്ര പറയാം. ഐസിയിലേക്ക് കയറി വരാനും നമ്മൾ കാണില്ല. ഐസിയുവിൽ യാത്ര പറയാൻ പോലും നമുക്ക് പറ്റില്ല ചിലപ്പോൾ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞു കഴിഞ്ഞാലും ബാക്കി ബോധമുള്ളിടത്തോളം കാലം നമ്മൾ സ്വപ്നം കാണും. ആരെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ. ആ സ്വപ്നം നിലയ്ക്കുമ്പോൾ നമ്മുടെ ബോധം കഴിഞ്ഞു, ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം അവസാനിച്ചു. കാര്യം സ്വപ്നം കാണാൻ ഇവിടെ വകയുള്ളൂ. സന്ധികളുമൊക്കെ ഉണ്ട്, ഇവിടെയല്ലേ ഉള്ളൂ. കൊതി തീരും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ? അത് ഇനി സ്വപ്നമാണ് കാരണം. അപ്പം അങ്ങനെ ദുഃഖസംഗീത പ്രിയകളാം സ്വപ്നങ്ങളെ, സന്ധ്യാവന്ദനം. എൻ്റെ ചുടു യൗവനത്തെ പുണർന്നു നിന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഉന്മാദമായിരുന്നു. നമ്മൾ പറയും സ്വപ്നത്തിന് ഭംഗിയെന്ന്. അല്ല, സ്വപ്നത്തിന് ഭംഗിയുണ്ടാകാൻ കാര്യം നീ എൻ്റെ യൗവനത്തെ പുണർന്നുകൊണ്ട്. അതാ നിനക്ക് ഭംഗിയുണ്ടായത്. കാലം ദഹിപ്പിച്ച വർണ്ണാശ്രമങ്ങൾ തൻ കാറ്റൂതിക്കെഴുത്താത്ത ചിതയിൽ. 4 ആശ്രമം ഉണ്ടല്ലോ നമുക്ക്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇത് കാറ്റിനൊന്നും ഊതിക്കെടുത്താൻ പറ്റില്ല. അത് കഴിഞ്ഞു. ആ 4ാമത്തെ ആശ്രമത്തിൽ അടർന്നു വീണു. നിങ്ങൾ അടർന്നു വീണു.
ഒരു തീണ്ടാപ്പാടകലെ ഞാൻ നോക്കി നിന്നു. സ്വപ്നം മരിച്ചു പോകുന്നത് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കാര്യം തീർന്നു. കാര്യം എനിക്ക് അകന്നു കഴിഞ്ഞു മനുഷ്യനും സ്വപ്നവും തമ്മിൽ. ഒരു തീണ്ടാപ്പാടകലെ ഞാൻ നോക്കി. ഉദകം നിങ്ങൾക്ക് അന്ത്യോദകം. അപ്പോൾ സ്വപ്നത്തിനോട് യാത്ര പറയുന്നവരെ, അല്ല ജീവിതമുള്ള കാലം വരെ നമ്മൾ സ്വപ്നങ്ങൾ കാണണം എന്നൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ ഒരു സിനിമ പാട്ടുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ തരം താഴ്ത്തി പറഞ്ഞ ഒത്തിരി പേരുണ്ട്. ബുദ്ധിജീവികളെന്ന് സ്വയം നടിക്കുന്നവർ കുറേ പേരുണ്ട്. അത് പറഞ്ഞോട്ടെ, നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള അഭിപ്രായമുണ്ട്, സ്വാതന്ത്ര്യം. പക്ഷേ എന്തുകൊണ്ട് സാധാരണക്കാരൻ അതിനെയൊക്കെ അവഗണിച്ച് ഇപ്പോഴും അദ്ദേഹത്തെ സൂക്ഷിക്കുന്നു? അതിങ്ങനെയുള്ള കുറേ ദൗത്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ പറയാനാണെങ്കിൽ നൂറുകണക്കിന് പാട്ടുകളുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി ഈ പറഞ്ഞ ഇതിന് ഒരിടം, ഓൻവിയുടെ കവിത പോലെ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിൽ ഈ തുമ്പമലരിനും ഇടമില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഇത്രയും വലിയ സാംസ്കാരിക കലാരംഗത്ത് ഏറ്റവും തരംതാണത് എന്ന് കുറേ അധികം പേര് വിചാരിക്കുന്ന സിനിമാ ഗാനത്തിന് ഒരിടം കിട്ടി. അപ്പോൾ അമ്പിളിക്കല ചൂടുന്ന തിരുജടയിൽ തുമ്പമലരിനും ഒരിടം കൊടുത്ത പോലെയാണ് ഇന്നിപ്പോൾ പെരുവനം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇതിന് അനുവാദം തന്നത്. അതിലൊരിക്കൽ കൂടി സംഘാടകരോട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.